പുത്തൻ ഉടുപ്പുകളുമായിട്ട് അങ്ങനെ ഇതാ ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. നമുക്ക് മലയാളികൾക്ക് ഓണം എന്നാൽ ഏറ്റവും വലിയ ആഘോഷമാണല്ലേ. ഇന്നിവിടെ ഇതാ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരകളിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചെത്താൻ പോവാണ് ഒരു കളർഫുൾ ഓണ വിരുന്ന് സമ്മാനിക്കാനായി. അതെ, ഇത് ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണതാരാണേ ആകാശ കൂടാണേ ഇതിലേ വരു നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി നിൻ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ എന്താണു പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി വിളയണ പാടം മീതെ ചിറകേറി കുറുകി വരുന്നേ ഒരു നാടൻ മാടപ്രാവോ ഇവളീ പെണ്ണ് പറനിറയെ അരിനിറയേണ്ടേ അരികെ ഒരു ചിരി വിരിയേണ്ടേ കളിയാടാൻ കൂടെ പോരും കിളിയീ പെണ്ണ് ഇതിലേ വരു നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി നിൻ മധുരം മതിയേ കണ്ണാടി മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കൈയിൽ എന്താണ് പെണ്ണെ കൊണ്ടാട വാങ്ങാൻ വയ്യാതടി സ്റ്റാർ ഓണത്തിൽ അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിന്റെ സ്റ്റാറുകൾ എല്ലാരും ഉണ്ട്. ആദ്യം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു സുഗമോ ദേവി ടീം. എന്താ എനർജി! ഇനി ഇവരെ ബീറ്റ് ചെയ്യാനായിട്ട് എത്തുന്നത് മറ്റാരുമല്ല, കഴിഞ്ഞ 9 വർഷമായിട്ട് ഫ്ലവേഴ്സിനെ എന്താ പറയാ റേറ്റിംഗ് ചാർട്ട്സിൽ ഇങ്ങനെ നമ്പർ 1 പൊസിഷനിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പോപ്പുലറായ ഉപ്പും മുളകും. എവിടെ രണ്ട് ഫാമിലീസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് സ്റ്റാർ ഓണത്തില് മാറ്റരയ്ക്കാൻ എത്തുന്നത് മറ്റാരുമല്ല, പഞ്ചരക്തങ്ങളുടെ കഥയുമായിട്ട് എത്തിയ നമ്മുടെ സ്വന്തം പഞ്ചാഗ്നി. ഇനി ആൾബലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാണെന്ന് ചോദിച്ചാൽ ഇവര് തന്നെയാണ്. കാരണം ഇവര് സെറ്റ് ചേർന്നാണ് വന്നിരിക്കുന്നത്. കുടുംബ അന്തരീക്ഷങ്ങളെ, കുടുംബ ബന്ധങ്ങളെ കൂടുതലായിട്ട് പിടിച്ചു നിർത്തുന്ന ഞങ്ങളുടെ ഫ്ലവേഴ്സ് ചാനലിന്റെ ഏറ്റവും ജനപ്രിയ പരമ്പരയായ ഈ ഹോമില് എനിക്ക് തോന്നുന്നില്ലേ ബാൽചേട്ടാ, ഹോമിൽ ആൾക്കാർ കൂടുതലല്ലേ? അത് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി ആകുന്നുണ്ടോ?
ഇല്ല എല്ലാം നമ്മളെല്ലാം വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. അവര് കട്ടമാനുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അവര് അതെ കൂടുതൽ ആൾബലം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, കുറച്ചുള്ളവരൊക്കെ നമ്മൾ നോക്കാം. നമ്മള് 3 പേരേ ഉള്ളൂന്നാണ് പറഞ്ഞത്. ഞങ്ങളെക്കാളും കൂടുതലുള്ളത് അവരാണ്. എണ്ണ ഇതിനെ ഞാൻ അരയായിട്ടാ കൂട്ടിയേ. അയ്യോ അല്ല, ഒന്നരയാണ്. ഇത് അരയല്ല 2.5. ഞാൻ വീണ്ടും പറയുന്നു, എണ്ണത്തിൽ കാര്യമില്ല. എന്നാൽ ഇന്ന് ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം എന്ന് പറയുമ്പോ ഈ 4 പരമ്പരകളും കൂടി ഒന്ന് ഏറ്റുമുട്ടാൻ പോവാണ്. ഒന്ന് നമ്മളൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് സ്പാർക്ക് ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് കുറെ ഗെയിംസ് ഉണ്ടാവും, ചാലഞ്ചസ് ഉണ്ടാവും, സർപ്രൈസസ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ആ പരമ്പരയെ കാത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഒന്നുമില്ല. അത് എന്താണെന്ന് ഒന്നുമില്ല. ഞാൻ ഇപ്പൊ പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോ പറയും. സമ്മാനം ഉണ്ട്. അപ്പൊ ചാലഞ്ചസ് എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ വിശേഷം കേൾക്കാൻ വേണ്ടി ഞങ്ങളുടെ ഫ്ലവേഴ്സ് ചാനലിന്റെ എല്ലാ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. ബാൽചേട്ടാ, 9ാമത്തെ ഓണമാണ് ഉപ്പുമുളകിന്റെയും. എന്നാ തോന്നുന്നു? പക്ഷെ വരയ്ക്ക് ബാൽചേട്ട ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെറുപ്പമായിക്കൊണ്ട് വരുന്നു. പാറമട വീട്ടിലെ വിശേഷങ്ങൾ എന്താണ്? ബാൽചേട്ടാ, പാറമട വീട്ടിലെ 9ാമത്തെ വർഷം ഓണം എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഒരു പ്രോഗ്രാം ഇത്രയും നാളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതുകൊണ്ട് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ബാൽചേട്ടൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ബാൽചേട്ടാ? കാരണം ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസും ഒക്കെയുള്ള ഒരാളാണ്. ഓണക്കാലത്ത് ഇതുവരെ റിവീൽ ചെയ്യാത്ത ഏതെങ്കിലും? അല്ല, ഓണം അങ്ങനെയൊന്നുമില്ല. ഈ എല്ലാ ഓണവും ഞാൻ പറഞ്ഞില്ല, 10-21 വയസ്സ് നാടകത്തിലായതുകൊണ്ട് പല ഓണങ്ങളും നാട്ടിലല്ല. എവിടെയാണോ ഓണം ഏതെങ്കിലുമൊക്കെ സ്ഥലത്തായിരിക്കും. അങ്ങനെ നാടകമായിട്ട് എന്തോ കുമ്മാട്ടി പാടും. കുമ്മാട്ടി ഇപ്പൊ അടിക്ക് ഓട്ടിക്ക് വരും. ഞാൻ ഇവിടെ പോയി ഇതേ പാടും. അത് കേട്ടേ പറ്റുള്ളൂ. കേൾക്കണം പാടും. കൂടെ പാടാൻ പറ്റൂലല്ലേ? കുമ്മാട്ടി 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 മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട് മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട് മാലവേല കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി മാലവേല കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി കുമ്മാട്ടി പൂവിടാൻ കുന്നിന്റെ ഓരത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പൂവിടാൻ കുന്നിന്റെ ഓരത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പറപറന്നാണോ 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 പല്ലക്കിലാണോ നടന്നാണോ ഇരുന്നിരുന്നാണോ പറപറന്നാണോ പല്ലക്കിലാണോ നടന്നാണോ ഇരുന്നിരുന്നാണോ മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി കുമ്മാട്ടി ഒറ്റക്കാതിൽ സൂര്യനെ ഞാത്തി മറ്റേക്കാതോ നീട്ടി 1000 മണിയൻ തുറികണ്ണ് കാടും മേടും കുത്തിവലയ്ക്കാൻ ആടേട കുമ്പല്ല് ഓമ്പല്ല് ആകാശ കള്ളിനിറ്റിയ കൊള്ളിയാൻ തെറ്റാ പെരിഞ്ചല്ലൂർക്കാവിലെ പൂരം പോലെ പെരിഞ്ചല്ലൂർക്കാവിലെ പൂരം പോലെ ആ വേടിപ്പിച്ചോണ്ട് ആവേ പറഞ്ഞോണ്ട് ആ നമ്മളിറങ്ങുമ്പം മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 കുമ്മാട്ടി. കുട്ടുമാമൻ പല രീതിയിലുള്ള ഏടാകുടങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിനെങ്കിലും നന്നാവൂ ഏട്ടാ. ആരാ പറഞ്ഞു അങ്ങനെയല്ല, എന്നാലും മറ്റുള്ളവരെ ഈ പറഞ്ഞവര് കുഴി ചാടിക്കാതെ അങ്ങനത്തെ പരിപാടിയില്ല. അളിയനെ പറ്റി 2 വാക്ക് ഈ ഓണത്തിന്. അളിയനാണ് എന്റെ വഴി അതുവഴിയാണ് നടക്കണേ. ഞങ്ങള് ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും. എന്തായാലും ഗൗരിയോട് സ്നേഹത്തില് 2 വാക്ക് പറഞ്ഞ ഓണായോണ്ട് ഹാപ്പി ഓണം. ഇതാണോ ഭയങ്കര സ്നേഹം? റൊമാൻറ്റിക് ആയിട്ട് പറയട്ടാ ഹാപ്പി ഓണം. ഗൗരി ഇത്രയും സ്നേഹത്തോടെ ഇത്രയും നല്ലൊരു ഓണാശംസ കിട്ടിയിട്ടൊന്നും പറയാനില്ലേ ഗൗരി? മനസ്സിലുണ്ട്, മനസ്സിലാവും. പ്രകടിപ്പിക്കുക ഗൗരി. എപ്പോഴും പറ്റില്ല. ഈ ഗൗരിയുടെ കോസ്റ്റ്യൂമിനെ പറ്റി 2 വാക്ക്. കുട്ടുമാമ എന്റെ ഡ്രസ് നോക്കൂ ആദ്യം. ആണോ? ഗൗരിയുടെ ഈ ഡ്രസ്സിനെ ഒന്ന് നമുക്ക് ഇവിടെ നിർത്തി ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഒന്ന് വന്ന് നിന്ന്, നിങ്ങൾ 2 പേരും കൂടെ ഒന്ന് വന്ന് നിന്നു. റാമ്പ് വാക്ക്.
ഇവരുടെ കോസ്റ്റ്യൂമിനെ പറ്റി 2 വാക്ക്. കുട്ടുമാമന്റെയും നമ്മുടെ ഗൗരിയുടെയും കോസ്റ്റ്യൂമിനെ പറ്റി. വളരെ നല്ലതാ. ഇതിൽ ഭാര്യയാണോ ഭർത്താവാണോ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്? രാജേഷേടാ. അങ്ങനെയൊന്നും പറ്റില്ല. എനിക്ക് എപ്പോഴും ഭാര്യയാണ് സപ്പോർട്ട്. ഞാൻ ഭർത്താവിന് നോക്കാറില്ല. അങ്ങനെയൊന്നുമില്ല. അതിസുന്ദരിയായിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട് കോസ്റ്റ്യൂം. അയാൾ എന്തോ ഇട്ടിട്ടുണ്ട്. ഈക്വൽ ആണെങ്കിൽ മതി പരിപാടി. പക്ഷെ എന്തോ ഒരു രസമുണ്ട്. ഇവർ രണ്ടുപേരും മാച്ചിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഡിസൈനിനെ പറ്റി 2 വാക്ക് കുട്ടുമാമ. എന്താണ് ഇതിൽ ഒട്ടിച്ചു വെച്ചേക്കുന്നേ? കൊണ്ടുവന്നത് ഞാൻ ഇട്ടു, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കണ്ട് പറയുമായിരുന്നു. അയൺ ചെയ്യുമ്പോ അങ്ങോട്ട് പിടിച്ചതാ. രക്ഷപ്പെടാൻ സ്നേഹം ചെയ്ത പരിപാടിയാന്ന് തോന്നുന്നു. അല്ല, എന്നാലും നല്ലൊരു കോസ്റ്റ്യൂം. അടിപൊളി, നല്ല കൈയടി. താങ്ക് യു. ഇനി അടുത്ത കേശുവിനാണ് ഏറ്റവും വലിയ വിശേഷമുള്ളത്. കാരണം ഒരു കുട്ടി ലൈനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേശുവിന്. കേശു വിജയിക്കോ? ലച്ചുവിന് എന്നാ തോന്നുന്നേ? അതില് ഏതാണ് ഉദ്ദേശിച്ചത്? കുറെ ഉള്ളോണ്ടേ. മെർലിനെ. ഞാൻ പാവം, ഞാൻ അങ്ങനൊന്നും തേക്കത്തൊന്നുമില്ല. എന്നെ കുറിച്ച് ലച്ചേച്ചി പറഞ്ഞു. ചേച്ചി പറഞ്ഞോട്. മിക്കവാറും വന്ന് തന്നെ തേക്കും, ഉറപ്പാണ്. അടുത്തതിനെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. ബാലുച്ച, ഇതൊക്കെ കാണുന്നുണ്ടോ? പിള്ളേരൊക്കെ വലുതായി. അച്ഛൻ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അല്ലേ അച്ഛാ? അല്ല, പ്രണയിക്കണ്ടേ ഇവനെ? പ്രണയിക്കണം. ഞാൻ അമ്മയോടാ ചോദിക്കുന്നത്. കേശു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിച്ച് രാവിലെ വീട്ടിൽ വന്ന് നിൽക്കുകയാണെ, അമ്മ എന്നാ പറയും? പറയാനാ കൊച്ചിനെയും ചെറുക്കനെ വിളിച്ച് വീട്ടിനകത്തോട്ട് കയറ്റും. ആ കണ്ടോ, ഇത്രയും നല്ലൊരു അമ്മ. ഫാമിലി, നല്ല ബെസ്റ്റ് ഫാമിലി കേട്ടോ. വിളക്കെടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടല്ലേ വരാൻ, അതിനങ്ങനെ പുറത്തേക്ക് തള്ളിക്കളയാൻ പറയാൻ പറ്റുമോ? അതാണ് എന്ന് പറഞ്ഞ് നീ ആരെയും വിളിച്ചോണ്ട് ഇപ്പോഴൊന്നും ചെല്ലരുത്. ഇപ്പൊ വല്ല കല്യാണ പ്ലാൻസ് ഉണ്ടോ? അല്ല, അത് കഴിഞ്ഞിട്ട് അവനെ വിശദമായിട്ട് ഞാൻ കാണുള്ളൂ. ഇപ്പൊ വല്ലതും ഉണ്ടോ? പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? കല്യാണത്തിലേക്കൊന്നും നയിക്കാനുള്ള ഇല്ല ഇപ്പൊ തൽക്കാലത്തിനൊന്നുമില്ല. എല്ലാം പിന്നെ എല്ലാം എന്റെ അച്ഛന്റെ അമ്മയുടെ സപ്പോർട്ടോട് കൂടി. അവൻ എന്ത് ചെയ്താലും പറയും ഇത് തന്നെ. എന്ത് ചെയ്തിട്ട് ഇത് തന്നെ. അമ്മ റെഡി. അടുത്തേര് നമ്മളൊക്കെ ബാൽചേട്ടാ പഠിച്ച് പാസ്സായി ജോലി മേടിച്ച് ശമ്പളം നേടുന്നത് പോലെ ജനിച്ച ദിവസം തൊട്ട് ജോലി എടുത്ത് ശമ്പളം മേടിച്ച് വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഹലോ, ഓണമാണ്. എന്താണ് ഒരു നാണം? ഓണക്കോടിക്കാണ്. ചേച്ചി അനിയത്തി ഒരേ ഡ്രസ്സിലാണല്ലോ എത്തിയിരിക്കുന്നേ. നിങ്ങൾ പറഞ്ഞാണോ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നേ? അല്ല, കൊളാബ് കിട്ടിയതാ. കൊളാബോ? എന്റെ പൊന്നെ, ഇത് സത്യം പറ, ഇത് ആർക്കാ കൊളാബ് കിട്ടിയത്? എനിക്ക്. അപ്പൊ ഈ ചേച്ചി എങ്ങനെ ഇതേപോലത്തെ ഡ്രസ് ഇട്ടേ? അത് ചേച്ചി. അപ്പൊ ചേച്ചിക്ക് കൊളാബ് ഒന്നും ഇല്ലേ? ആർക്കറിയാം, എനിക്കറിഞ്ഞൂടാ. ബാലു അച്ഛൻ ഒരു കൊളാബ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതൊരു വഴിയില്ലായിരിക്കും. അച്ഛാ, കൊളാബിനുള്ള വഴിയില്ല കേട്ടോ. ഇതില് ഏറ്റവും നല്ല രസത്തിൽ ഇന്ന് ഡ്രസ് ചെയ്തിരിക്കുന്ന ചേട്ടനാരാ? ചേച്ചിമാരെ നോക്കണ്ട, ചേട്ടന്മാരില് മൊത്തത്തിൽ ഇതാ ഇവിടെയുണ്ട് കുറേ ചേട്ടന്മാരുണ്ട്. നീ നടന്നൊന്ന് തൊട്ട് കാണിച്ചാ. നീ എല്ലാവരുടെ അടുത്തൊന്ന് പോയിക്കോ. ഒന്ന് പോയിട്ട് ചേട്ടന്മാരെ മാത്രമേ നോക്കാവൂ. ആദ്യം നോക്കണം, എല്ലാരും ഒന്ന് നോക്കിയിട്ടേ പറയാവൂ. അല്ല ചുമ്മാ പറയരുത്. മക്കളെ, നിന്റെ സ്വന്തം കുടുംബത്തിലൊരു ചേട്ടനുണ്ട് കേട്ടോ. അല്ല, അത് തുടരണ്ട. ആ ചേട്ടൻ കഴിഞ്ഞിട്ട് മതി. എന്നിട്ട് ഇനി തൊട്ട് കാണിക്കണം ഏറ്റവും നല്ല സുന്ദരനായിട്ട് ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്ന ആ ചേട്ടൻ ആരാണെന്ന്. നീ എന്തോ ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കൊച്ചിന് ഇല്ലേ? ലവ് യുടാ മോളെ. സത്യം പറയട്ടോ, നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ ഒരു അച്ഛൻ മകൾ ഒരു ഫേസ് കെട്ട് തോന്നിച്ചു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു ഭംഗിയുണ്ട് രണ്ടുപേരും. പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തോ ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും. എന്തോ എന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും. ഇപ്പൊ സുഗമോ ദേവിയിൽ 3 പേരാണ്. ഇപ്പൊ ഭാർഗവി എന്താ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഉഴപ്പാണോ എന്നിട്ട് കാര്യങ്ങൾ? കുടുംബശ്രീ പ്രവർത്തനം എന്നാ പറ്റി ചേച്ചി ഇതിനൊക്കെ പോവാനായിട്ട്? എന്ത് പറ്റാനാ? ഇവന്റെ അമ്മ ചവിട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ ആക്കി കുടുംബവും കലക്കി. പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. ആണ്. തൊഴിലുറപ്പിന് പോയപ്പോഴേ അടുത്ത ചട്ടിയും കെട്ടിയിട്ടോണ്ട് വന്നിട്ടുണ്ട്. എവിടെ? ഇതാ കഴുത്തി കിടക്കണം. എന്താ കറുത്ത കയറും? അതിനേക്കാളൊക്കെ നല്ലതല്ലേ ഇത്? ജോലി ചെയ്തുണ്ടാക്കിയതേ ഇത് കേട്ടോ. അല്ലല്ല, ഇത് തൊഴിലുറപ്പിന്റെ കാര്യം പറഞ്ഞു. ഈ ദേവികയുടെ അച്ഛൻ സെക്യൂരിറ്റി പണിക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ശമ്പളമൊക്കെ കിട്ടി തുടങ്ങിയായിരുന്നോ ദേവികയെ? കിട്ടുമായിരിക്കോ? അയ്യോടെ തുടങ്ങിയിട്ടുള്ളോ? ശമ്പളം കിട്ടുകയാണെങ്കിൽ ദേവിക ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും അച്ഛന്റെ ശമ്പളത്തില്? അച്ഛന്റെ ശമ്പളത്തിൽ അച്ഛനോട് ചോദിക്കണം. എന്നാലും വേറെ ഒന്ന്, മോൾക്ക് എന്തെങ്കിലും മേടിക്കണം. അച്ഛൻ സ്വർണം, മറ്റേ മൂക്കുത്തി. എന്റെ ജീവിതം തന്നെ സെറ്റ് ആയിട്ടില്ല. എന്താ നന്ദ ഇത് സെറ്റ് ആകാത്തെ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇത്രയും നല്ലൊരു കുട്ടീനെ വേറെ എവിടെ കിട്ടും നിങ്ങൾക്ക്? ആഗ്രഹമുണ്ട് സെറ്റ് ആകണമെന്ന്, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. അല്ല പ്രശ്നം. സീരിയലിലെ കഥയാന്ന് പറയുന്നത്.
അതെ അതെ ഇപ്പൊ കുറച്ചു മുമ്പേ അമ്മമാരോടൊക്കെ ചോദിക്കണ ഞാൻ കേട്ടു. മോൻ വിചാരിച്ച മറ്റേ കുട്ടിയെ കൊണ്ടുവരുമോ കെട്ടിക്കോ എന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയും. ജീവിതമാകുമ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരും. ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോ ഒന്ന് അടുപ്പിക്കാൻ. ഞാൻ ഒരുപാട് നോക്കിയത് അവര് തമ്മിലൊന്ന് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് നോക്കി, ഒരു രക്ഷ. പക്ഷെ ഇവിടെ പോലും ഒരുമിച്ചിരുത്തുന്നില്ല. എനിക്കറിയില്ല, ഇവിടെ പോലും നടുക്കേറിയിരിക്കുക. കാരണം എന്താ അറിയോ, ഇനി ആ പ്രഭക്കുഞ്ഞ് കണ്ടിട്ട് പിന്നെ ഞാൻ തൊഴിലുറപ്പിനാകുമ്പോ നിക്കടെ അവിടെ എന്തായി കാണിച്ചെന്ന് ചോദിക്കൂ. പ്രഭാവതി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാലും ചേച്ചി ഇവിടെയെങ്കിലും അവരെ ഒന്നാവാൻ സമ്മതി. പണ്ടി ഭാർഗവിനെ കൊണ്ട് വലിയ തലവേദനയായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ചേച്ചി മാറിയില്ല, തൂണെങ്ങനെ മാറ്റുമെന്ന് എന്റെ ഭയങ്കരമായിട്ടുള്ള ചിന്ത. ചേച്ചി ഒന്ന് മാറിയിരുന്നോ ചേച്ചി? ഇല്ല, അവൻ പ്രത്യേകം പറഞ്ഞു ചേച്ചി ഞാൻ ഇപ്പുറത്തിരുന്നോട്ടെ പോടാ പുല്ലെന്ന് പറഞ്ഞു. അല്ല ദേവിക എന്താണ് ദേവിക മനസ്സിൽ മാത്രം വെക്കുന്ന? പ്രകടിപ്പിക്കൂ. അല്ല, ഞാൻ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, അവനോട് തോന്നണ്ടേ. എനിക്ക് നല്ല തോന്നലുണ്ട്. അല്ല അല്ല അതല്ല പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് അല്ല. പോസിറ്റീവ് തിങ്. ഞാൻ വന്നപ്പോഴേ ചോദിച്ചു നിങ്ങളൊന്ന് അടുത്തിരിക്കുക, ഞാൻ അപ്പുറത്തോടെ മാറിയാ വേണ്ട ചേച്ചി നടുക്ക് തന്നെ ഇരിക്കണം എന്ന് ഇവരും പറഞ്ഞു. ചുമ്മാ വെറുതെ. ദേവികയും നന്ദനും ഒന്ന് ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണമെന്നെങ്കിലും. ചേച്ചി ഒന്ന് ഒരു കൊണ്ട് തോറ്റു മാറകട് കണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്ക് രണ്ടുപേർക്കും അല്ലേ പാർക്കുട്ടീനെ പോലെ ഒരു സുന്ദരി മോളെ കൂടെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, കഥാപാത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. അതെ, അതുകൊണ്ടാണ് ഞാൻ നടുക്കിരുന്നത്. നിങ്ങൾ പിന്നെ അടുപ്പിക്കാം എന്നായിക്കോട്ടെ. ഇവന്റെ ഭാര്യ, നിന്റെ ഭാര്യ രക്ഷപ്പെട്ടില്ലേ? ചേച്ചിക്ക് ഒരു മനസ്സമാനം ഇല്ല ഇപ്പൊ? ഭയങ്കര സമാധാനം. പക്ഷെ ഇവന്റെ സമാധാനം മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോ. ഹാപ്പി ഓണം. നമ്മുടെ ദേവികയുടെയും നന്ദന്റെയും കൂടെ ഇതുവരെ അവരുടെ മോഹങ്ങൾ പൂവണിഞ്ഞിട്ടില്ല. സോ ഈ മോഹങ്ങളെല്ലാം പൂവണിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പൂക്കളത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി വേദി ഒരുക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? ഓഹോ, ഇത്രയും റൊമാൻസ് ഒക്കെ വെച്ചിട്ടാണോ നിങ്ങൾക്ക് സീരിയൽ ഒരു സീന് പോലും കിട്ടും? ഇതാണോ റൊമാൻസ്? പഞ്ചരത്നത്തിലെ ആതിരയും ആരാധ്യ എന്നോടൊപ്പം ഉണ്ട്. ആതിര തമിഴ് ആയോണ്ട് തന്നെ തമിഴില് കൊഞ്ചം അധികമാ പേസ മുടിയുമാ താങ്കൾക്ക്? തമിഴിലെ പേസുങ്കോണ്ട മലയാളത്തിലയും பேசல, ரெண்டும் புரியும். ഓണത്തെ പറ്റി இந்த കേരള തനിമയുള്ള ഓണത്തെ പറ്റി ഏതാവത് രണ്ട് പേർ? ഓണത്തിലെ നാട്ടുകോളി ഇருக்கு. ഓണத்துக்கு ഓണത്തപ്പൻ இருக்கு. போட் ஓட்டுவாங்க. ബോട്ടാ? വള്ളംകളി ബോട്ടാ? പാവികളാടാ. வந்து போட்ல போவாங்க, ரேஸ் வைப்பாங்க, இல்ல போட் ரேஸ். വള്ളംകളിയാണ് കേട്ടോ കുഞ്ഞു ഉദ്ദേശിച്ചേ. വള്ളംകളി ഉത്രട്ടാതി വള്ളംകളി ഉണ്ട്. வள்ளங்களி அந்த மாதிரி தான் பேசுவேன். தமிழ்ல எവിടെയാണ് നിങ്ങൾ? கோயம்புத்தூர். எப்படி இருக்கு இந்த ஃப்ளவர்ஸ் இந்த ஃபேமிலியோட வந்துட்டு அந்த பாண்டிங் எல்லாம் எப்படி இருக்கு? நம்ம ஒரு க்ளோஸ் பாண்டிங் எல்லாரோட. அங்கே கூட நமக்கு ஒரு ப்ராஜெக்ட் பண்ணும்போது இவ்வளோ சீக்கிரம் அட்டாச் ஆக மாட்டாங்க. இங்கே எல்லாம் நம்ம ஆக்சுவலி இது 4 ப்ராஜெக்ட் பண்ணுறப்போ ஃபேமிலி இருக்கா, ஆனால் எல்லாரும் ஒரு ஃபேமிலி போல ஒரு தாட் ആണ്. ഇത് ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള அந்த முகம் யாருடைய? அந்த மூஞ்சி யாருடைய? பாருங்க. அந்த ரொம்ப சொம்ப பாக்க மூஞ்சி சொல்லுங்க. അങ്ങനെ എങ്ങടെ അഭിയേട്ടൻ മതി. அது எப்பவுமே இருக்கு. புதுசா ஏதாவது சொல்லுங்க. பாலக்காட்டுக்காரன் இருக்கு പക്കത്തില് തന്നെ. അല്ല, അതുകൊണ്ട് ഒരു ചെറിയ ആഗ്രഹമുണ്ട്, ഇവരെ കൊണ്ടിട്ടൊന്ന് ഓണാശംസകളൊന്ന് പറയിക്കണമെന്ന്. ഒരു തവണ ഞാൻ പറയത്തുള്ളൂ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലോകം മുഴുവൻ മതി, അതാണ് നല്ലത്. ലോകം മുഴുവനുമുള്ള മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രണ്ടുപേരും ഒരേ ലെവല്. അതുകൊണ്ട് ആരാ ബെറ്റർ എന്ന് പറയുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെ യഥാർത്ഥ പേരും കൂടെ ഞങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. പേര് പറഞ്ഞോളൂ. റുബീന. അടിപൊളി. കോയമ്പത്തൂരിൽ നിന്നാണ് രണ്ടുപേര്. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചാഗ്നിയിലെ ആൾക്കാരാണ്. ആളെണ്ണത്തിൽ കൂടുതൽ മാളിയക്കൽ കുടുംബത്തിലെ ആൾക്കാരാണ്. മാളിയക്കൽ കുടുംബം എന്തേ? മോഹനിൽ നിന്ന് തുടങ്ങുമ്പോ മോഹനൻ എന്ന എന്റെ സിനിൽ മോഹനനോ
എന്താണ് പറയാനുള്ളത്? ആവണിയും ചേർത്ത് ഈ ഓണ ദിവസം ഇരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അത്ര ചേർത്തല്ല, എന്റെ കല്യാണം കഴിഞ്ഞു. അല്ല, ഭാര്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യഥാർത്ഥ ജീവിതത്തിലെ ഭാര്യ ആവണിയായിട്ട് ഇത്ര ഇഴുകി ചേർന്ന്? അതാ ഒന്നും പ്രശ്നമൊന്നുമില്ല. ആവണി ഇപ്പൊ പ്രഗ്നന്റും കൂടെയല്ലേ? അതെ അതെ അതെ. എത്ര മാസം പ്രഗ്നന്റ് ആയിരിക്കുന്നു? അത് പുറത്തു പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വയറ് കാണിക്കൽ ചടങ്ങൊക്കെ ഉണ്ട്, പറയിക്കും. ഇപ്പൊ ജോലിക്ക് പോകാൻ സമ്മതിക്കോ മോന? ഇനി ജോലിയൊക്കെ കളഞ്ഞില്ലേ? ഇനിയിപ്പൊ സമ്മതിക്കോ? ഇനി കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ സമ്മതിക്കോ? കുട്ടീനോ? ജോലിക്ക് കുട്ടീനല്ല, ആവണീനെ അമ്മേനെ. അപ്പൊ കുട്ടീനെ നോക്കണ്ടേ? നിങ്ങക്ക് നോക്കൂടെ? നിങ്ങളുടെ കൂടെ അല്ലേ അപ്പൊ പ്രോഡക്റ്റ്? എനിക്ക് ജോലിക്ക് നോക്കണ്ടേ? കുടുംബം പട്ടിണിയാവും, അവൻ പട്ടിണിയാവും. ഇനി സിനിലിന്റെ നമുക്കൊരു മിമിക്രി ഓക്കെ, അടിപൊളി. ഫസ്റ്റ് നമ്മുടെ ജയർസിൽ നിന്ന് തുടങ്ങാം. ലാലേട്ടൻ നമുക്ക് എഴുന്നേറ്റ് അല്ല സൗമ്യം കാണിക്കാൻ, എന്നിട്ട് കാണിക്കാൻ അതൊക്കെ കാണിച്ചു. എനിക്ക് ഒരു ഊർജ്ജം കിട്ടിക്കോട്ടെ. ഇതാണ് ഊർജ്ജം. സിനിലില് തുടങ്ങാന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സിനിലെ ബായോ ബായോ. പാറമട വീട്ടിൽ നിന്നും പാട്ടായിരുന്നെങ്കിൽ ഇനി ഇതാ മിമിക്രിയുടെ ഉസ്താദായ സിനിൽ നമുക്ക് മുന്നിലെത്താണ്. എനിക്ക് മിമിക്രി കാണിക്കാൻ ഇഷ്ടമാണ്. അതിപ്പോഴും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, അവതരിപ്പിക്കാൻ പറ്റുന്നത് സെലിൻ കുമാറാണ്. അവേ എന്താ പേര്? ഓണമായിട്ട് എല്ലാവരോടും വെറുതെ ഇരിക്കണ, ഒന്ന് കൈ കറിച്ച് പ്രോത്സാഹിപ്പിക്കണോ, ഒന്ന് അടിക്കണോ. ഓക്കെ. പിന്നെ ഞാൻ ഫിറോസിക്കനെ ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞാൽ ഞാൻ ഫിറോസിക്കയുടെ വലിയ ഫാനാണ്. കാരണം മുമ്പ് +1 +2 ഒക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ അന്ന് എനിക്കും 10 വയസ്സേ ഉള്ളു. അല്ല, അത് ബുദ്ധിയുടെ കാര്യത്തിലാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേഞ്ചറസ് ബോയ്സ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ ഫിറോസ് ഖാനെ കാണുമ്പോൾ ഞാൻ പറയും, ഫിറോസ് ഖാ മുമ്പ് പിള്ളേരൊക്കെ പറ്റിക്കും, ഇതാണ് ഫിറോസ് ഖാന്റെ സൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിക്കും. വെൽക്കം ടു ഡേഞ്ചറസ് ബോയ്സ്. എടാ, നീ എന്റെ അടുത്ത് ഉടക്കാതിക്കരുത്, എന്റെ അടുത്തേക്ക് കേട്ടാ, അല്ല സിനിലെ അസാധ്യമായിട്ട് സൗബിന്റെ സൗണ്ട് ഒന്നും ചെയ്യില്ലേ? ഇല്ല ഇല്ല ഇല്ല, സൗബിൻ ചെയ്യില്ലേ? അതൊക്കെ അന്ധവിശ്വാസമാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ആകപ്പാടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് സെലിൻ കുമാർ അറിയാ, പിന്നെ കാണിക്കുന്നത് സൗബിന്റെ നടത്തോ മാൻഡ്രസോ. അതൊന്ന് കാണിക്കോ, മാൻഡ്രസ് ഒന്ന് കാണിക്കോ. സൗബിൻ സാഹിറിന്റെ ഹാപ്പി ഓണം. മീനേനെ കാണുമ്പോഴും എനിക്കൊരു നൊസ്റ്റാളജിക് ഒരു സന്തോഷമുണ്ട്. കാരണം പണ്ട് ഒരു ഓണ പ്രോഗ്രാമിന് വന്നിട്ടാണ് നേരെ എന്നെ സൗബിൻ പറവയിലോട്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അവിടെ വെച്ച് നല്ലൊരു സുഹൃത്തും നല്ലൊരു ആക്ടറാണ് ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗത്തിനെ ഒന്ന് കാണിക്കാൻ നമുക്ക് നോക്കാം. മച്ചാണ് വേറെ പരിപാടിയാണത്, മനസ്സിലായി, വേറെ വൈബാണ്. ഓണം എന്ന് പറയുമ്പോൾ മഹാബലി എന്ന് പറഞ്ഞിട്ട് വേറെ ഡൂഡുണ്ട്. ആ ഡൂഡ് നമ്മുടെ കേരളത്തിലോട്ട് വരും എന്നാണ് പറയണത്. വേറെ കൂടാണ്, മനസ്സിലായില്ലേ? അടിപൊളി അടിപൊളി. ഇനി നമ്മുടെ വാപ്പയായിട്ട് അഭിനയിച്ച പറവയിലെ ജാഫർ ഇടുക്കിയുടെ 2 സൗണ്ട് ഉണ്ട്. നീ എന്നെ ഈ പറയണേ, നീ സാറുമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തീറ്റ കളി കട നോക്കാൻ കട നോക്കൂല. എടാ മോനെ, നീ ഈ കടയിൽ വന്നിട്ട് എന്നാന്ന് വെച്ചാൽ നീ ചെയ്തിട്ട് നീ പോവാൻ നോക്ക്, അല്ല പിന്നെ പോയി കട. അടിപൊളി അടിപൊളി, സൂപ്പർ. ഇതാണ് ഒന്നും അറിയില്ല മിമിക്രി ചെയ്തിട്ട് കാലകാലം. സത്യമായിട്ടും ടൈം രണ്ടെണ്ണം കൂടി, 2 പെർഫോമൻസ് കൂടെ പ്ലീസ് പ്ലീസ്. അടിപൊളി. എന്നാ കൊറേ നാളിൽ ഞാൻ ചെയ്ത MS റിപ്പോർട്ടുണ്ട്. ഓണക്കാലമായിട്ട് കൊറേ നാളെ ഞാൻ ഈ കുടുംബത്തിൽ വന്നിട്ട് കൊച്ചല്ല അതിന്റെ മോനെ. സൂപ്പർ സൂപ്പർ. ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരകളിലെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം. നമ്മളിങ്ങനെ ഉഷാറായിട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ പരീക്ഷാകാലം കൂടിയാണ് അല്ലേ? നമുക്കറിയാം. പിന്നെ പണ്ടൊക്കെ ഈ കേട്ടെഴുത്തുണ്ടായിരുന്നു, കേട്ടുകൊണ്ട് അത് എഴുതുന്നത്. കണ്ടെഴുത്തായിരുന്നു പരീക്ഷയ്ക്ക്. അതുകൊണ്ട് നമ്മുടെ താരങ്ങൾക്ക് നമ്മൾ ഇനി ഒരു ഓണ പരീക്ഷ നൽകാൻ പോവാണ്. വേറൊന്നുമല്ല, കടുകെട്ടി മലയാളം. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, എന്റെ കയ്യിൽ കുറച്ച് കടുകെട്ടി മലയാള പദാർത്ഥങ്ങളല്ലോ, പദാവലികൾ, പദങ്ങൾ ഇരിപ്പുണ്ട്.
ഇത് ഞാൻ ഓരോ ടീമിൽ നിന്ന് ഓരോ ആൾക്കാരായിട്ട് വിളിക്കും. ശരിയാകുന്നത് വരെ ഞാൻ എഴുതിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ശരി ഉത്തരങ്ങൾ ഈ ബോർഡിൽ കൃത്യമായിട്ട് ലിഖിതം ചെയ്യുന്നവരായിരിക്കും കടുകട്ടി മലയാളം എന്ന ഞങ്ങളുടെ ഈ ഒരു ചാലഞ്ചിന്റെ വിജയി. ഓക്കെ, പരീക്ഷയാണ്. റെഡിയാണോ? റെഡി. ഞങ്ങളുടെ കടുകട്ടി മലയാളത്തിൽ ആദ്യമായിട്ട് മാറ്റുരയ്ക്കാനായിട്ട് ഗോദായിലേക്ക് വരുന്ന മറ്റാരുമല്ല, പാറമട വീട്ടിൽ നിന്നും കേശു. ഞങ്ങളുടെ ചെക്കൻ മലയാളം ലിറ്ററേച്ചർ ഒക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നല്ല ഭാവിയുണ്ട്. കേശു ഒളിച്ചോണം, ഒന്നും നോക്കരുത്. ദൈവമേ, അവന് ഞാൻ കിട്ടല്ലേ. ഞാൻ റായാണ് scene. ഓക്കെ, കേശു റെഡി അല്ലേ? ഞാനപ്പോ വാക്ക് പറയാൻ പോവാണ്. ഈ വാക്കാണ് കേശു എഴുതേണ്ടത് മലയാളത്തില്. ഓക്കെ, വാക്കെന്ന് പറയുന്നത് എനിക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ വായിക്കാൻ പഠിക്കട്ടെ. കാണിച്ചു കൊടുക്ക്. കാണിച്ചാ ഞാൻ വായിച്ചിട്ട് ഞാൻ നോക്കിയോളാം. എന്താണ്? വാക്കെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ശാരംഗധരൻ. അയ്യോ, നിഷയുടെ അച്ഛന്റെ പേര്. ആ, അമ്മ ഇതൊക്കെ നേരത്തെ ഞങ്ങൾ എന്ത് വേണം, അപ്പൂപ്പന്റെ പേരാണ് കിട്ടിയിരിക്കുന്നത്. ശാരംഗധരൻ. എഴുതുമോനെ. നിഷ തെറ്റിച്ചുള്ള അവസ്ഥ നോക്ക്. സ്വന്തം അച്ഛൻ്റെ പേര് തെറ്റിച്ച്. ഉറപ്പായിട്ട് തെറ്റുള്ളത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കണേ. ശാരംഗധരൻ. ആ, ഇത് എഴുതി വരുമ്പോ ഷാരൂഖ് ഖാൻ കഥകളാണ്. എനിക്കറിയാം. ശാരംഗധരനാണ്. കുഞ്ഞായിട്ട് നമ്മൾ ചെറിയതിൽ തുടങ്ങുകയാണ്. ഒരു ചാൻസേ ഉള്ളൂ, മായ്ക്കാൻ പറ്റില്ലേ. ഒന്ന് ആലോചിച്ചിട്ട് എഴുതാം. ശാരംഗൻ ആദ്യം എഴുത്. ശാരംഗ്. ചായല്ല. എഴുതി കാണിക്കാനൊന്നും പറ്റില്ല. പാടില്ല. ശാരംഗ്. എഴുത് നീ. മതി, ഇവിടെ എഴുത്. നിനക്ക് തോന്നുന്ന പോലെ ശാരംഗധരൻ എഴുതു. ഇല്ല, അത് തന്നെ. പകുതി ശാരംഗധരൻ. ഇതന്നെ ശാരംഗധരൻ. സമയം കഴിയാറായി. വേഗം എഴുതിക്കേ. ശാരംഗധരൻ. ആ, എല്ലാം പറഞ്ഞോലെ പോവാന്ന് എഴുതിയത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇങ്ങക്ക് വരെ ഇങ്ങനെയാണ് എഴുതിയേക്കണത്. ഓൾ ദി ബെസ്റ്റ്. സ്വയമായിട്ട് തെറ്റ് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. തെറ്റായതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അഞ്ചു ആണ്. ഹോമിലെ അഞ്ചു ആണ് ശാരംഗധരൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശാരംഗധരൻ. ആ, ഇത് ഷാരൂഖ് ഖാൻ കഥകളാണ്. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഷാരൂഖ് ഖാൻ കഥകൾ. ശാരംഗധരനോ? ശാരംഗധരൻ. ആ, ധരൻ. എന്തെല്ലാം ആ ശാരംഗധരന്റെ ഇത്. ഇനി ഇത് കറക്റ്റ് ആയിട്ട് എഴുതുന്ന മറ്റാരുമല്ല, നമ്മുടെ നിശ്ചയിച്ചിയുടെ അച്ഛന്റെ പേര് കൂടിയാണ് ഇത്. അപ്പൊ ചേച്ചി ആയിരിക്കും ലാസ്റ്റ് ഇതിന്റെ ശരിയായിട്ടുള്ളത് എഴുതുന്നത്. അച്ഛന്റെ പേര് തെറ്റിച്ച. അച്ഛന്റെ പേര് നിശ്ചയിച്ച് ലാസ്റ്റ് ഇത് ശരിയായിട്ട് എഴുതും. ഇതിൽ എത്ര ശാരംഗധരന്മാര് വരുന്നുണ്ടോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്തതായിട്ട് ദേവികയാണ്. നമ്മുടെ ദേവിക വായോ. ആ, ശാരംഗധരൻ എഴുതിക്കോ. പറഞ്ഞ പോലെ ശാരംഗധരൻ. അല്ലാതെ ശാരംഗധരൻ എഴുതിക്കോളൂ. ദേവിക എഴുതിക്കോ. കമോൺ, എഴുതിക്കോ. വായിക്കാൻ പറ്റില്ലേ? ശാരംഗധരൻ എന്നാണ് കുട്ടി എഴുതിയേക്കുന്നത്. ഇനി ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നിശ്ചയിച്ചി അച്ഛന്റെ പേരാണ്. എഴുതിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതും. ആ, കറക്റ്റ് ആയിട്ട് ഇതിൽ ചേച്ചി ശരിയുണ്ടോ ഇല്ലയെന്ന് ചേച്ചി പറയണം. നമുക്കിത് ഊണ് റെഡി ചെയ്തിട്ട്. ആ, ചേച്ചി കറക്റ്റ് എഴുതാൻ പോവാണ്. ചേച്ചിയുടെ ഫാദറിന്റെ നെയിമാണ് ഇതാണ് ചേച്ചി എഴുതിയതാണ് കറക്റ്റ്. ഒരു കൈയടി കൊടുക്കാം. അടുത്ത ഒരു വാക്കും കൂടെ നമ്മൾ കൊടുക്കാൻ പോവാണ്. ശിവാനിനെ നമുക്ക് വിളിച്ചു തുടങ്ങാം. ശിവാനി, എല്ലാരും എഴുതിയൊന്നും പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് 2 സെക്കൻഡിൽ എഴുതിയിട്ട് നമ്മൾ മാറണം. വാക്കെന്ന് പറയണത് മഞ്ചീര ശിഞ്ചിതം. മഞ്ചീര ശിഞ്ചിതം. ഇപ്പൊ എഴുതും അൽഫാം മന്തി 450. മഞ്ചീര ശിഞ്ചിതം. മഞ്ചീര ശിഞ്ചിതം. 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 ഞാനൊന്നും ഇനി പറഞ്ഞു തരില്ല. ശിഞ്ചിതം. ശിഞ്ചിതം. ആ, മഞ്ചീര ശിഞ്ചിതം. ഷായാണോ? എഴുതി കൊടുക്കുന്നു. ഭയങ്കര ഹെൽപ്പ്. മഞ്ചീര ശിഞ്ചിതം. മലയാളം മിസ്സേ കാത്തോണേ.
മഞ്ജീര ഷിഞ്ചിതം ശിവാനി എഴുതി കഴിഞ്ഞു. ഇനി ഒരാൾക്കും കൂടി നമ്മളൊന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അതും ശരിയാവോ നമുക്ക് നോക്കാം. കൊടുക്കുന്നില്ല, കാര്യം എന്താ പറഞ്ഞാൽ മോൾ എഴുതിയത് കറക്റ്റ് ആണ്. മക്കളെ പറഞ്ഞു എഴുതിയല്ല, എന്റെ മക്കള് ഞാൻ പറഞ്ഞതല്ലോ എഴുതിയല്ല. കുട്ടിക്ക് മലയാളം അറിയാം. ഇപ്പൊ ശിവാനി പാറമട വീടിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഒരു വലിയ ഐഡിയ കൊടുക്കാം. കറക്റ്റ്, പോയിന്റ് ഉണ്ട്. അപ്പൊ അടുത്ത വാക്കിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. ഈ വാക്ക് എഴുതാൻ വരുന്നത് നമുക്ക് ഇനി ആണുങ്ങളെ വിളിച്ചു നോക്കാം അല്ലെ, കാരണം കുറെ നേരമായിട്ട് നമ്മൾ പെൺപിള്ളാര് കിടന്ന്. ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് നമ്മുടെ ജയകൃഷ്ണനാണ്. നമ്മുടെ പഞ്ചാഗ്നിയിൽ നിന്ന് ജയകൃഷ്ണനാണ്. കൊറേ നേരം കൊണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങൾ പഞ്ചാഗ്നിയിൽ നിന്ന്. അതല്ല, എന്താ വിളിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ട് ആണുങ്ങളെ അയ്യോ സോറിടാ കണ്ണേ, ഞാൻ നിന്നെ വിട്ടു. ചേച്ചി ഇത് സ്ഥിരം പരിപാടിയാ ചേച്ചിയുടെ. അയ്യോ ഞാൻ ഇവനെ ആദ്യത്തേല് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എടാ നിന്നെ കൊച്ചിനെ പോലെ കണ്ടതല്ലടാ. അപ്പൊ നീ വളർന്ന് അറിഞ്ഞില്ലടാ. പെയിന്റ് അടിക്കുമ്പോ നല്ലോണം പെയിന്റ് അടിക്കണം, തെളിഞ്ഞിട്ടില്ല. നീ വളർന്നത് അറിഞ്ഞില്ലടാ. പാവടാ, പോട്ടടാ, കുഴപ്പമില്ല. അത് സത്യമായിട്ടോ, അവനൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പഴും കൊച്ചാ. പിന്നല്ല, അതുകൊണ്ടാണ് എടാ ചക്കര സോറി കേട്ടോ. എന്തായാലും നമ്മള് പുരുഷന്മാരിലേക്ക് കടന്നേക്കാണ്. ഇനി പയ്യൻ എന്ന് പറഞ്ഞാൽ എന്നെ പുരുഷന്മാര് ഓക്കെ. വാക്കെന്ന് പറയുന്നത് അത്യുത്സാഹ വിജൃംഭിതമായ. അടുത്ത നമ്മൾ വിളിക്കാൻ പോകുന്ന പ്രകാശനെയാണ്. പ്രകാശൻ പ്ലീസ് വരൂ. പ്രകാശൻ വരൂ. അവനാ KFC ഡോമിനോസ്. ഉത്സാഹ എന്ന് പറയുന്ന ഒരു വേർഡ് ഉള്ളൂ. അല്ല കുഴപ്പമില്ല മോളെ, ഗാ വിട്ടിട്ട് വിജൃംഭിതം എനിക്ക് കിട്ടിയാ മതി. വിജൃംഭിതം കിട്ടിക്കോ. വരട്ടെ, വിജൃംഭിതമായ. വിജൃംഭിതമായ കൂടെ സ്റ്റാർ ഇട്ടാ മതി. വിജൃംഭിതമായ. ഓക്കെ സൂപ്പർ. കറക്റ്റ് ചേട്ടാ. ശ്രീകുമാർ ഏട്ടാ ഒന്ന് വായോനാ. വിജൃംഭിതമായ. ശ്രീ അത് പ്രശ്നമല്ല, വിജൃംഭിതം കിട്ടിയാ മതി ചേട്ടന്. വിജൃംഭിതം. ഓ മൈ ഗോഡ്, വിജൃംഭിതം ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു ശ്രീകുമാർ ഏട്ടൻ. ഓ മൈ ഗോഡ്, ഏറ്റവും കൂടുതൽ ഒരുവിധം കറക്റ്റ് ആക്കിയിരിക്കുന്നു. ഞങ്ങൾ ഈ ഗെയിം എന്റെ കൊലപാതകത്തിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം എന്റെ മരണം ഇവിടെ കളി മാറാൻ പോവാ. ഞങ്ങൾ പറയുന്ന സാധനം മീര എഴുതി കാണിക്കും അല്ലേ? തീർച്ചയായും അത് വേണം. ധൃതരാഷ്ട്ര ആലിംഗനം. നമുക്ക് അത് എഴുതിയിട്ട് ഈ കളി വേണ്ട കേട്ടോ. ഇത് വലിയ വേണം. കൈ അടിക്ക. ശരി, ധൃതരാഷ്ട്ര ആലിംഗനം. ചെങ്കാവനം. പുലി. ഞങ്ങളുടെ കടുകട്ടി മലയാളത്തിൽ ഒരു വാക്കേറ്റത്തിലേക്ക് ഓരോ കാര്യങ്ങൾ നീങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ ഈ ഗെയിം ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നിർത്തിയതല്ല, നല്ല രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വലിയൊരു കയ്യടി ഫോർ എവ്രിബഡി. എന്നാലും ഒരു പൊട്ടിക്ക് പോയിന്റ് നിലയിൽ പാറമട വീട് ഇങ്ങനെ കേറി നിൽക്കുകയാണോ എന്നൊരു സംശയമല്ല. അതൊരു സംശയം മാത്രം. അർജുൻ, ഈ ത്രിവേണിയായിട്ടുള്ള പ്രണയം ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നിങ്ങളുടെ ഈ പ്രണയം പൂവണിയോ? ഞങ്ങളിപ്പോ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ചുമ്മാ ഞാൻ സമ്മതിക്കത്തില്ല. എപ്പിസോഡിലെ കാര്യം ചോദിച്ചു. അല്ല ശരിക്കും ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് ചെറിയ സംശയം ഇല്ലാതില്ല. അല്ല കാര്യം ഞാൻ ശ്രദ്ധിച്ചു, വന്നപ്പോ തന്നെ സദ്യ കഴിക്കാനും ഒക്കെ. എനിക്കില്ല, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലേ. അച്ഛൻ എന്താ പറയാനുള്ള? കിഷോറെ കണ്ട് ഞാൻ ഇൻസ്പയർ ആയിട്ടിരിക്കുകയാണ്. വീണ്ടും പ്രണയിച്ചാലോ ഏതായാലും എന്റെ ജോഡി വന്നിട്ടില്ല. അപ്പൊ അവിടെ കുറെ ജോഡികളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇതിന് മുന്നേ ഫ്രണ്ട്സ് ആണ്. മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് അഡ്വർടൈസ്മെന്റ് കുറെ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അങ്ങനെ പരിചയമുള്ളത് കൊണ്ടുള്ള ഒരു ബോണ്ടാണത്. ഇത് എപ്പിസോഡ് അല്ല, ഇത് ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി കൺഫ്യൂഷൻ ആവണ്ട പ്രേക്ഷകർക്ക്. എനിക്കൊന്നും ഒരു ആവശ്യമില്ലാത്ത മറുപടി. ഈ സെഗ്മെന്റ് തുടങ്ങിയ തൊട്ട് തന്നെ
മോഹൻലാലിന് വേണ്ടി ഇവിടെ കിടന്ന് എല്ലാരും വിളിക്കുകയായിരുന്നു. ലാലേട്ടൻ അവിടെ ഇരിക്കുകയാണ്. സോ ലാലേട്ട സുഖാണോ? ലാലേട്ടാ സുഖാണോ? എന്താ പറയാ, സുഖമായിരിക്കുന്നു, അങ്ങനെ പോകും, നല്ല കാര്യല്ലേ? അല്ല ലാലേട്ടാ, ഈ ലാലേട്ടനെ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഇഴുകി ചേർന്നൊക്കെ ചെയ്യല്ലോ. അത് സംഭവിക്കുന്ന കാര്യമല്ലേ മോനെ, നമ്മൾ ഹാപ്പൻസ് അല്ലേ, അത് നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലേ, പിന്നെ എന്നോടാണോ ചോദിക്കുന്നത്? കേട്ടോ, രണ്ട് ചോദ്യം കൂടെ പുതിയ നല്ല കുറെ സിനിമകളുണ്ട്. ആ സിനിമയുടെ പേര് ബറോസ് എന്നാണ്. ഒരുപാട് മാജിക്കുകൾ സംഭവിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങളത് കണ്ട് ആസ്വദിക്കണം, അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും പറയാൻ പറ്റില്ല അല്ലേ? നല്ല ലാലേട്ടാ ഒരു ചോദ്യം, ലാലേട്ടാ ഈ സ്ത്രീകൾക്കൊക്കെ ലാലേട്ടനോട് എന്തൊരു സ്നേഹം, എന്താ എല്ലാവർക്കും പ്രണയം ഉണ്ടാവും, നല്ലല്ലേ മോളെ? നല്ലല്ലേ? ഇതുവരെ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും കെമിസ്ട്രി തോന്നിയ നായിക ആരാ? മോന് തോന്നുന്ന ആരോടും എനിക്ക് കെമിസ്ട്രി തോന്നും. ശരിക്കും ലാൽ സാറിനോട് ചെറിയ ഇതുണ്ട്. കാരണം ഫ്ലവേഴ്സിലെ ഞങ്ങളുടെ ടോപ്പ് സിംഗറിന്റെ ഫിനാലയിൽ ലാൽ സാർ ഞങ്ങളുടെ ഈ ഷോ കഴിഞ്ഞ് വരാൻ പോവാണ്. സോ ആ ഷോയിലൂടെ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിലൂടെ ഫിനാലയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാനും എത്താണെന്ന് ലാൽ സാർ ഒന്ന് പറയാമോ? ലാൽ സാർ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രൊമോയൊക്കെ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിന്റെ വക. വളരെ സന്തോഷം, വലിയ കാര്യമാണ്. നിങ്ങളുടെ ഓണം സമയങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഫ്ലവേഴ്സിന്റെ കൂടെ ഉണ്ടാവും അല്ലേ? ടോപ്പ് സിംഗറിൽ വരുന്നു. ടോപ്പ് സിംഗറിൽ ഞാൻ ഉണ്ടാവും. പോരെ, മതി മതി. അടിപൊളി. ഫ്ലവേഴ്സ് സ്റ്റാർ ഓണമാണ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു അടുത്ത ഗെയിമിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഗെയിമിന്റെ പേര് മന്ത്രിസഭ. മന്ത്രിസഭയിൽ വേറൊന്നുമില്ല, 4 ഫാമിലീസ് ഇപ്പം നമുക്കൊപ്പം ഉണ്ടല്ലേ. ഇതിൽ ഓരോ ഫാമിലീസിൽ ഞാൻ ഓരോ മുഖ്യമന്ത്രിമാരെ തരാൻ പോവാണ്. ഈ മുഖ്യമന്ത്രിമാർ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഇവർക്ക് സെന്റർ സ്റ്റേജിൽ വന്ന് നിൽക്കാം, 1 മിനിറ്റ് തരും, നല്ല കൃത്യമായിട്ട് നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി പ്രഭാഷണം ഇവിടെ നടത്തണം. കൂടാതെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ഏതൊക്കെ വകുപ്പ് നൽകാം, ഇപ്പം ധനകാര്യമുണ്ട്, ആഭ്യന്തരമുണ്ട്, വനം വകുപ്പുണ്ട്, സിനിമയുണ്ട്, ഇതിൽ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ് നൽകാം എന്നുള്ളത് കൂടി നിങ്ങളൊന്നിന്ന് വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് ആ വകുപ്പ് നൽകുന്നത് എന്നും കൂടെ പറയണം. 4 വരി പ്രസംഗം മതി, ഇംപ്രസീവ് ആയിരിക്കണം. ചെറിയ വാക്കിൽ ഏറ്റവും നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടീമിനെ ആയിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഓരോ ടീമിന്റെ മുഖ്യമന്ത്രിമാരെ ഞാനൊന്ന് പ്രഖ്യാപിക്കട്ടെ. ആദ്യത്തെ ടീം ഞങ്ങളുടെ ഹോം ടീമിലെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു സിനിൽ സൈനുദ്ദീൻ. അപ്പൊ പ്രിപ്പയർ ആയിക്കോളൂ, 1 മിനിറ്റ് തരും. ഇനി ഞങ്ങളുടെ പഞ്ചാഗ്നിയിലെ മുഖ്യമന്ത്രിയാകുന്നു ഫിറോസിക്ക. കള്ളവോട്ട്. ഇനി ഞങ്ങളുടെ പാറമട വീട്ടിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ബാലുവേട്ടൻ. ഇനി ഈ 3 മുഖ്യമന്ത്രി നിപന്മാരെയും ഒറ്റയ്ക്ക് പിടിച്ചു കിട്ടും എന്നുള്ള ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ഒറ്റയ്ക്ക് നിന്ന് പയറ്റുന്ന ഉരുക്ക് വനിത ഞങ്ങളുടെ പ്രിയങ്ക ചേച്ചി. 3 മെയിൽ മുഖ്യമന്ത്രിമാരും 1 ഫീമെയിൽ മുഖ്യമന്ത്രിയാണ് ഉള്ളത് നമുക്കിവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീമെയിൽ മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് മന്ത്രിസഭ. വായോ പ്രിയങ്ക ചേച്ചി, കമോൺ. ഒരേ 1 മിനിറ്റ് ആണ് ചേച്ചിക്ക് ഞങ്ങൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. ടൈം ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫ്ലവേഴ്സ് ടിവിയിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. ഞാൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആണല്ലോ, ആയ സ്ഥിതിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയല്ല, പ്രവർത്തിച്ച് കാണിക്കും. അതുപോലെ തന്നെ എന്തിനും ഇവിടെ കുറെ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ നാട്ടിൽ മുഴുവൻ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ തുടർന്നു പോകാനായിട്ടുള്ള ചങ്കൂറ്റം, അതിനുവേണ്ടി ഞാൻ എൻ്റെ വ്യവസായം എന്ന് പറയുന്നൊരു ഇതുള്ളത് ഞാൻ എൻ്റെ നന്ദുവിന് കൊടുക്കുകയും അതേപോലെ തന്നെ സുസ്മിതയ്ക്ക് ഞാൻ ആരോഗ്യം കൊടുക്കുകയാണ്. നമുക്ക് വ്യവസായം എന്ന് പറഞ്ഞാൽ സിനിമ സീരിയൽ രംഗത്തുള്ളതും അല്ലാതെയുള്ള നമുക്ക് ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും. കാരണം പുരുഷന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ സ്ത്രീകളെ മാത്രമാണ് എടുത്തുയർത്തി പറയുന്നത്. അത് മാത്രമല്ല, അതിനെല്ലാം ശക്തമായി മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. സംസാരത്തിൽ കൂടിയല്ല നമ്മൾ ചെയ്യേണ്ടത്, പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം എന്നാണ് മുഖ്യമന്ത്രിയായ ഞാൻ ചെയ്തു കൊടുക്കുക. ഫസ്റ്റ്ലി. സെക്കൻഡ്, നമ്മൾ പറഞ്ഞല്ലോ ആരോഗ്യം. നമ്മുടെ ലോകത്തും ഈ എല്ലായിടത്തും ഉള്ളത് ആരോഗ്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഘടകം. ആ ആരോഗ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ ഏൽപ്പിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നമ്മുടെ ലോകം, അതായത് കേരളം എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രവർത്തികളും ചെയ്ത് കാണിക്കും. ഒരിക്കലും വാക്കല്ല, ചെയ്ത് കാണിക്കും. ഇതാണ് എൻ്റെ. താങ്ക് യു വെരി മച്ച്.
ഇനി അടുത്തതായിട്ട് നമ്മുടെ പാറമട വീട്ടിൽ നിന്നും ബാലചേട്ടൻ. ചേട്ടാ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമസ്കാരം. മുഖ്യമന്ത്രിയാണ്, പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല. കാരണം തൽക്കാലം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ആദ്യം ഞാനൊരു നല്ലൊരു ഫുഡടി വീരനായതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ മായം കലർന്ന ഏവം ഫുഡ് എടുക്കും അവനെ പിടിഞ്ഞകത്താക്കും. കാരണം ഇപ്പോൾ ഫുഡിൻ്റെ പ്രശ്നത്തിലാണ് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ പ്രശ്നമാണ്. പിന്നെ അടുത്തത് വന്ന് നമുക്ക് നിസ്സംശയം പറയാം, ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ സ്ത്രീ സുരക്ഷ ഫസ്റ്റാണ്. അതിന് വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ സ്ത്രീകൾക്കും പുരുഷനും തുല്യ പ്രാധാന്യമായിരിക്കും. പുരുഷൻ പരാതി പറഞ്ഞാലും സ്ത്രീ പരാതി പറഞ്ഞാലും എന്താണെന്ന് കറക്റ്റെന്ന് തീരുമാനിച്ചതിന് ശേഷം രണ്ടുപേർക്കും ഒരുപോലെ ശിക്ഷ കൊടുക്കും. പിന്നെ നല്ല വിദ്യാഭ്യാസം, സ്പോർട്സ്, എല്ലാ സ്ത്രീകളും കുട്ടികളും ആയോധന കല പഠിച്ചിരിക്കണം. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന ഈ സമയത്ത്. ഓക്കെ. പിന്നെ എല്ലാവരും ഒരുപോലെ, നമ്മൾ പറയില്ല മാവേലി നാടുവാണിടം കാലം മനുഷ്യരെ ഒന്നുപോലെ എന്നുള്ളത് മാക്സിമം ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. വകുപ്പ് വേണം. വകുപ്പ് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ കേശുവിന് കൊടുക്കും. പിന്നെ ആയോധന കല രണ്ടുപേർക്ക് മാറ്റി കൊടുക്കുകയാണ്. ശ്രീകുട്ടൻ്റെ ഗൗരിക്കും കൊടുക്കും. പിന്നെ കല അത് ലച്ചൂട്ടിക്ക് കൊടുക്കും. പിന്നെ അടുത്ത വനിതാ സംരക്ഷണത്തിൻ്റെ ഹെഡ് ഞാൻ നിഷയ്ക്ക് കൊടുക്കും. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി അത് നിഷയ്ക്ക് തന്നെയാണ്, പ്രൈവറ്റ് സെക്രട്ടറി. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിരിക്കും. ഇനി ഈ രണ്ട് മുഖ്യമന്ത്രിമാരെയും ബീറ്റ് ചെയ്യും എന്നുള്ള വാക്കിൻ പുറത്തെത്തുന്നു ഫിറോസിക്ക. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മതം ജാതി എന്നുള്ള സാധനം എടുത്തു കളയും. അതായത് ജനിക്കുന്ന ഒരു കുട്ടി ഒരു 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്കെല്ലാ വേദഗ്രന്ഥങ്ങളും കൊടുത്ത്, ഖുർആൻ ആയിക്കോട്ടെ മറ്റ് വേദഗ്രന്ഥങ്ങളെല്ലാം കൊടുത്ത്, ബൈബിൾ ആയിക്കോട്ടെ ഭഗവത്ഗീത ആയിക്കോട്ടെ എല്ലാം കൊടുത്തിട്ട് അവർ പഠിച്ച് സമൂഹവുമായിട്ട് പഠിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അവർ വിചാരിക്കണം ഞാൻ ഏത് ജാതിയാന്നുള്ളത്. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മ ഹിന്ദു ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഉമ്മ മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അത് അങ്ങനെ ഫോളോ ചെയ്ത് പോകണം. അത് മറിച്ചിട്ട് അവരവർ തീരുമാനിക്കണം എനിക്ക് ഏത് ജാതി വേണം അല്ലെങ്കിൽ ഏത് ജാതി വേണ്ട എന്നുള്ളത്. ആ ഒരു സംസ്കാരത്തെ ഞാൻ കൊണ്ടുവരും ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത് സ്ത്രീ സമത്വം അല്ലെങ്കിൽ പുരുഷ സമത്വം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുൻതൂക്കം എന്നുള്ളത് മാറ്റിയിട്ട് എല്ലാവർക്കും ഒരേ സമത്വം, സ്ത്രീ എന്ന് മാറ്റി നിർത്തുകയോ പുരുഷനെന്ന് മാറ്റി നിർത്തുകയോ ചെയ്യാതെ എല്ലാവർക്കും തുല്യ അവകാശം കൊണ്ടുവരും. ഇനി വകുപ്പുകൾ, നമുക്ക് ധനകാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ, അതായത് 10 രൂപ കിട്ടിയാൽ അത് ഒരു മാസം വരെ വെച്ചിരുന്ന് ചിലവാക്കുന്ന ഒരാളാണ്. സിന്ധുവിന് ധനകാര്യം കൊടുക്കുകയാണ്. പിന്നെ വിദേശകാര്യം അതർ സ്റ്റേറ്റിൽ നിന്ന് വന്ന നമ്മുടെ പ്രിൻസിന് കൊടുക്കുകയാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന അവർക്ക് കൊടുക്കുകയാണ്. ഇനി സിനിമ, എൻ്റെ ഒരു 10-15 വർഷം മുന്നേ മഞ്ഞുപോലെ എന്ന പെൺകുട്ടി എന്നൊരു ഹിറ്റ് സിനിമയിൽ നിന്ന് സിനിമ ലോകവും ഇപ്പോൾ സീരിയൽ ലോകത്തൊക്കെ മുടി ചൂടാമന്നനായി നിൽക്കുന്ന സുഹൃത്തായ ജയകൃഷ്ണന് സിനിമ കൊടുക്കുകയാണ്. ആ ബിവറേജസിൻ്റെ അത് ഞാൻ കൊടുക്കാൻ പോകുന്നത് കാർത്തികയ്ക്കാണ്. എക്സൈസ് വകുപ്പോ? എന്താ കാർത്തികയ്ക്ക് എക്സൈസ് വകുപ്പ്? ഇരിക്കട്ടെ, അത് കറക്റ്റ് ആയിട്ട് നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു. അടുത്ത സിനിലാണ് എത്തുന്നത്. സിനിലെ വാ, എന്തെങ്കിലും മതി, വകുപ്പ് കൊടുത്താലും മതി. വാ, ധൈര്യം വാ. എന്തായാലും സിനിലിന്റെ മന്ത്രിസഭ ഞങ്ങൾ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, പിരിച്ചുവിട്ടാൽ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് രാജേഷേട്ടനെ വിളിക്കുന്നു. രാജേഷേട്ടാ, കമാൺ, വകുപ്പെങ്കിലും അസൈൻ ചെയ്യണം. ദേശീയ ഭാഷയാക്കും. ഓർക്കാപ്പുറത്ത് ആക്ടിംഗ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. അടുത്ത പ്രാവശ്യം ഇലക്ഷനിലൂടെ ജയിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഹെൽത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന്. പറ കണക്കിന് ചോറ് തിന്നാലും മെലിഞ്ഞിരിക്കുന്ന ബിസ്മിയെ ഞാൻ നമ്മുടെ ത്രിവേണിയെ ഭക്ഷ്യവകുപ്പിൻ്റെ മന്ത്രിയായിട്ട് ഞാൻ കേൾക്കുന്നു. പിന്നെ സ്നേഹം സൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ സ്നേഹം മാത്രം വിളമ്പുന്ന റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നടക്കുന്ന അർമാനെ ഞാൻ ആ വകുപ്പിൻ്റെ ഞാൻ വകുപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു വകുപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതെ, റൊമാൻറ്റിക് വകുപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ കഷണ്ടികൾക്ക് ഈ ഭയങ്കര ഈ ആണ് പെണ്ണൊക്കെ പറഞ്ഞു കഷണ്ടികളെ എല്ലാവരും താഴ്ത്തിക്കെട്ടുകയാണ്. അപ്പോൾ കഷണ്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതെ, കഷണ്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തും എൻ്റെ എന്താ പറയുക ഫെലോ കഷണ്ടിക്കാരനുമായ പ്രകാശനെ, അതായത് അരുൺ സണ്ണിയെ ഞാൻ നിയമിക്കുന്നു. അതൊരു വകുപ്പാണ്, കഷണ്ടി സംരക്ഷണ വകുപ്പ്.
കഷണ്ടി സംരക്ഷണം, കഷണ്ടി സംരക്ഷണ വകുപ്പ്, പിന്നെ അതിസുന്ദരിയായ സുന്ദരി വകുപ്പ് എന്ന് പറയുന്ന അതിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലത്തിയാണ്, ഞാൻ പാവാണെന്ന് പറയണം. മന്ത്രിയായ നിലയ്ക്ക് എല്ലാ കേരളീയരും കേൾക്കുന്ന നിലയ്ക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ കേൾക്കുന്ന സ്ഥിതിക്ക് 5 പാവമാണ്. വില്ലത്തിയുമായിട്ട് വെറുതെ അഭിനയിക്കുകയാണ്. അപ്പൊ സൗന്ദര്യ വകുപ്പും പാവ വകുപ്പും അതായത് ആതിരിക്കുകയാണ്. ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ വകുപ്പും ബുദ്ധി മാത്രമുള്ള എനിക്ക് ഞാൻ ബാക്കി ഒക്കെ എടുക്കുകയാണ്. ബിക്കോസ് ബാക്കി റിയൽ വകുപ്പുകൾ ഇവർ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൊത്തത്തിലായിട്ട് ഞാൻ എടുക്കുകയാണ്. ആവണിക്ക് ഞാൻ ഒരു വകുപ്പ് കൊടുക്കുന്നുണ്ട്, അതായത് സിനില്ല നോക്കുക എന്നുള്ളൊരു വകുപ്പ്. മൂപ്പര് എന്താ ബഫറിംഗ് പ്രോബ്ലം ഉണ്ട് പറഞ്ഞാൽ ബഫറിംഗ് വകുപ്പായിട്ട് ആവണിയായിട്ട് എന്റെ സർവർ 4 പേരും 4 വ്യത്യസ്തമാർന്ന രീതിയിലാണ് അവരുടേത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് മികച്ചതെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് 4 പേർക്ക് 4 ശൈലി ഉണ്ടായിരുന്നു. സോ സ്പോണ്ടൈനിറ്റിക്ക് വേണ്ടി വലിയൊരു കൈ. ജൂഹിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ലച്ചു ഇങ്ങനെ മിടുക്കിയായിട്ടിരിക്കുകയാണ്. ഓണത്തിന്റെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ലച്ചുവിന്? അതായത് ജൂഹിക്ക് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ നാട്ടിൽ? എന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഓണം നമ്മുടെ കോവിഡിന്റെ ആ ടൈം ഒഴിച്ച് ബാക്കി എല്ലാ ഓണവും ഉപ്പുമുളകും ടീമിന്റെ ഒപ്പം. ഉപ്പുമുളകിന്റെ ലൊക്കേഷനിൽ, ഓണത്തിന്റെ ലൊക്കേഷനിൽ എന്തെങ്കിലും മറക്കാനാകാത്ത ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടോ നമ്മളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്? അങ്ങനെ ഒരിതുണ്ടോ അച്ഛാ? മറക്കാനാവാത്ത എല്ലാം മറക്കാൻ പറ്റാത്തതാണ് ഓരോരോ. എന്നാലും കേശു എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും ഓണം അല്ലെങ്കിൽ അല്ലാത്തൊരു ഇൻസിഡന്റോ എന്തെങ്കിലും? മാമന്റെ ഭാര്യനെ പുതിയ ആളെ കിട്ടി നമുക്ക്. കുറെ നാൾക്ക് ശേഷം മാമന് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അപ്പോ ഇപ്രാവശ്യം ഇവരുടെ കൂടെയാണ് ഞങ്ങളുടെ ഓണം. ആണ്. മാമന്റെ കൂടെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പറയണം കേട്ടോ. മാമൻ കൊണ്ടുപോവാ മാമ, പക്ഷെ കൂടെ ഞങ്ങളും പോവും, അതാ പ്രശ്നം. ഇനി നമുക്ക് ഒരുമിച്ച് പോകണം പല സ്ഥലങ്ങളിലും അല്ലേ മക്കളെ? കാർത്തി ചേച്ചി എല്ലാത്തിലും അപ്പച്ചി എല്ലാ സാധാരണയുള്ള മലയാളികൾക്ക് ഭയങ്കര നെഗറ്റീവ് ക്രൂരിയായ ഒരു സ്ത്രീ ആയിട്ടാണ് കാർത്തി ചേച്ചിനെ അറിയുന്നത്. ഇവിടെ ഭയങ്കര പാവം സ്വീറ്റ് ആയിട്ടുള്ള എന്താ ചേച്ചി ഇത്ര പാവമായി പോയത്? അത് എന്താന്നറിയോ, കാസ്റ്റിംഗ് വന്നപ്പം ഇത് പാവമായിട്ടല്ലേ എല്ലാ സീരിയലിലും അഭിനയിക്കുന്നത് സിന്ധു. അപ്പൊ ഉൾട്ടയടിച്ചു. പക്ഷെ നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും വ്യത്യസ്തമായ 2 കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയല്ലോ. നെഗറ്റീവും ചെയ്യാൻ പറ്റി, എനിക്ക് പോസിറ്റീവും ചെയ്യാൻ പറ്റി. മറ്റേതാണെങ്കിൽ ജീവിച്ചാൽ മതിയായിരുന്നു. അയ്യോ, എന്റെ പ്രേക്ഷകർക്ക് അറിയാം ഞാൻ വെറും പാവാന്നുള്ളത്. അംബികയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അംബിക ചേച്ചി ഈ പറഞ്ഞ പോലെ സിന്ധു ചേച്ചി ബാക്കി എല്ലാത്തിലും ഭയങ്കര പാവം വീട്ടമ്മ, ഏഷണിക്കൊന്നും പോകാത്ത ഒരാളാണ്. എന്നാൽ ഇതിൽ വന്ന് ഭയങ്കര കുടുംബം കളിക്കുക. എന്താ ചേച്ചി ഇങ്ങനെ ഇച്ചിരി കുശുമ്പത്തിയും ഇച്ചിരി തല്ലുപൊളിത്തരവും അസൂയയും ആ മണ്ണെണ്ണ ഒഴിക്കുന്നവളും ഭർത്താവിനെ പിടിച്ചു നിർത്താൻ ഇപ്പൊ ഞാൻ മണ്ണെണ്ണ ഒഴിക്കും. അതാ ഇതിനകത്ത്. ഷോ എന്നാലും മഹേന്ദ്രോ എന്താ പറയാനുള്ള ഈ ഇത്രയും ലേഡീസിനെ പറ്റി എന്താ പറയാനുള്ള പഞ്ചാഗ്നിയിലെ? വളരെ നല്ല ലേഡീസാണ്. പഞ്ചാഗ്നി എന്ന് പറഞ്ഞപ്പോൾ 5 പെൺകുട്ടികൾ ഉണ്ടായിട്ടാണ് ഞാൻ ഡേറ്റ് എടുത്തത് തന്നെ. പക്ഷേ ഇവരുമായിട്ടൊന്നും ഒരു കോമ്പിനേഷനും ഇല്ല. അതാണ് സത്യം. ഒരേ ബിൽഡപ്പ് മാത്രം. ഞാൻ ചെന്ന് കൈയൊടിക്കാതെ ബിൽഡപ്പ് ചെന്ന് ഇടിയും കൊണ്ടുകൊണ്ട് വരുന്ന എന്റെ സീൻ. ആ ചാടി ചവിട്ടി തന്നെ ഒരു വർഷം നെഞ്ചത്ത്. ഇപ്പൊ ഗുളി കഴിച്ചോണ്ടിരിക്കുക നെഞ്ചു വേദനയുടെ. അഭിമന്യുലേക്ക് വരുമ്പോഴത്തേക്ക് സുന്ദരിമാരായ പെണ്ണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുകയാണ് അഭിമന്യു. അതിനെപ്പറ്റി ഒരു 2 വാക്ക്. ഓണത്തിന് ഫ്ലവേഴ്സ് സ്റ്റാർ ഓണത്തിൽ ഇരിക്കുകയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ ഇരിക്കുന്നതിൽ പലരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ശ്രീയും നമ്മുടെ ബിജു ഭായിയും ഒക്കെ രാജേഷ് ഭായിയും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ആ ഒത്തുകൂടലിന് ഫ്ലവേഴ്സിന് നന്ദി. വല്ലപ്പോഴും നമ്മൾ വന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ലൊക്കേഷനിൽ വന്ന് എല്ലാവരുമായിട്ട് ഒത്തുകൂടുന്നു. ആ സന്തോഷം തീർച്ചയായിട്ടും ഞാനും പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അല്ല എന്നാലും അഭിമന്യു എന്ന് പറയുമ്പോൾ ഇപ്പം സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് പെൺകുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി ഇറങ്ങി നിൽക്കുകയാണ്. എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പെൺകുട്ടികൾ ചോദിച്ചറിയില്ലേ ആതിരാരാധ്യ? എങ്ക അക്കോட ഹസ്ബൻഡുங்க அந்த மாதிரி தான் അച്ഛനോ? അച്ഛനല്ല മച്ച. ഞാൻ കേട്ട അച്ഛനെന്ന്. ഈ 5 മോനായിട്ടുള്ള ബന്ധം എന്താണ്? അങ്ങനെയല്ലേ? നിങ്ങൾ നല്ല സൗഹൃദ ബന്ധമാണ്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ബന്ധത്തെ പറ്റി പരാമർശിക്കുകയാണ്. സ്വന്തം ഏട്ടനോ? എനിക്ക് നല്ല സംശയമുണ്ട്. വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. അല്ല എനിക്ക് അങ്ങനെ തോന്നാറില്ല. പ്രകാശോ ഈ ബന്ധത്തെ പറ്റി ആസ് എ ഹസ്ബൻഡ് എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഞാൻ ഭയങ്കര ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, കാരണം കുഴപ്പമില്ല. മൈ ഗോഡ്. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം ഇങ്ങനെ കിടിലൻ പെർഫോമൻസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തി ചേച്ചി, നമ്മുടെ പിള്ളേരുടെ ഈ ഒരു എനർജി കണ്ടിട്ട് എന്നാ തോന്നുന്നു? നമ്മുടെ കുട്ടികളെല്ലാം വൈബാണ്, അടിപൊളി വൈബാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്വിൻസ് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ നമ്മുടെ അഞ്ചു ഒക്കെ നല്ല അടിപൊളി. എല്ലാവരും നമ്മുടെ ആ നന്ദനും ദേവികയുടെ അതന്നെ
അടിപൊളിയായിട്ടുണ്ട്. ആണ്. ഞങ്ങളെ ഫ്ലവേഴ്സ് സ്റ്റാർ ഓണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ച് നമ്മൾ ഇങ്ങനെ നേരം പൊക്കോണ്ടിരിക്കുകയാണല്ലേ, എത്ര സംസാരിച്ചാലും മതിയാവില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഇവരുടെയൊക്കെ വയറൊന്ന് ഞാൻ നിറയ്ക്കാൻ പോവാണ്. നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഓണസദ്യ ഇവർക്കിതേ ഞങ്ങൾ നൽകാൻ പോവാണ്. ഇത് ഫ്ലവേഴ്സിന്റെ സ്റ്റാർ ഓണം. ഈ ഹരിതവനിയിൽ കനകഞ്ഞൊറിയായി വിൺപടവു കയറി അരുണനുയരേ ശ്രീലകങ്ങൾ കേളിയുണരാ ഓണവില്ല തുടികളിൽ അലിയേ പുലി പുലി നിറപറ. അങ്ങനെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാവരും ദേ ഊണ് കഴിക്കാനായിട്ട് ഓണസദ്യക്ക് വേണ്ടി ഇരുന്ന് കഴിഞ്ഞു. വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചരത്ന ഫാമിലി ഇവിടെ മൊത്തമായിട്ടുണ്ട്. പഞ്ചാഗ്നിയിലെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ചേച്ചി ഒരു ഫുഡി ആണോ? ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ് ചേച്ചിയുടെ? അംബിക ചേച്ചിയുടെ വിഭവം ഏതാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഫ്രൂട്ട്സ് ഇട്ട് പൈനാപ്പിൾ പച്ചടി. പിന്നെ മൊത്തത്തിൽ സദ്യ ഇഷ്ടാണ്. പിന്നെ ഓക്കെ, ഇനി അടുത്ത ആരാധി തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. നമ്മുടെ സദ്യയൊക്കെ പുടുക്കുമാ? ആക്ച്വലി ഇത് ഞങ്ങൾ ആദ്യം കഴിക്കുന്നതാണ്. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഫസ്റ്റ് ടൈമാ இந்த மாதிரி സദ്യ കഴിക്കറേ? എന്താ തമിഴ്നാടോட സദ്യ എന്താ കേരളാவோட സദ്യ எப்படி തോന്നുറേ? തമിഴ്നാട്ടിൽ സദ്യ എന്നൊന്നും ഇല്ല കേട്ടോ. സദ്യ ഇല്ല അവിടെ? അവിടെ മീൽസ് സാമ്പാർ, രസം, കൂട്ടുപൊരയില് അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒന്ന് വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല അവിടെ. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഹോമിന്റെ ആൾക്കാരാണ്. യെസ്, എന്ത് തോന്നുന്നു? സദ്യ എപ്പടി ഇർക്ക്? അല്ല സോറി, മലയാളമാണല്ലോ നിങ്ങള്? മലയാളം. സദ്യ കഴിച്ചു തുടങ്ങിയില്ല, കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കട്ടെ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അപ്പൊ മീര അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. ഇതില് സദ്യയിൽ ഏതാ? പപ്പടം ഫാനാണോ? ഇതിലേതാണ്? എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ടോ മോള്? നല്ല കുക്കാണ്? നല്ലൊന്നുമില്ല, കുറച്ചൊക്കെ ചെയ്യും. സാമ്പാറൊക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അവിയല്, തോരൻ എല്ലാം ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അവിയല് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കഴിച്ചോളൂ. വറുത്ത കൈ മൊത്തം അവള് കഴിച്ചു. ഞാൻ ഇവിടെയൊക്കെ ചോദിച്ചു എനിക്ക് ആ മാതിരിയുള്ള സാധനം തരുമോന്ന്. അപ്പം 5 ഒരെണ്ണം തന്നു, പിന്നെ ബാക്കി ഞാൻ എടുത്തു. പിന്നെ രാജേഷ് ചേട്ടനോട് ചോദിച്ചു, പപ്പാടെ എടുത്തു വായിലിട്ട്. അരുണ് ഒരു ചെറിയ കഷ്ണം തന്നു, ഇവള് പിന്നെ തന്നു. ഇത്ര ഒരു കഷ്ണം തന്ന ഇപ്പൊ എന്താല്ലേ? അയ്യോ എന്റെ ചേട്ടാ, ഇതുവരെ നമ്മൾ എത്ര നേരമായിട്ട് തുടങ്ങിയ പ്രശ്നമാണ് രാജേഷേട്ടാ. ഇവിടെ കായവർത്തയിലാണ് ഇന്നിപ്പോ പിടിച്ചത്. ഫുഡ് എന്ന് പറയുമ്പോഴേ പ്രശ്നമാണല്ലോ. ഈ ഫുഡ് കഴിഞ്ഞിട്ട് ഇനി ഈ പ്രശ്നമൊക്കെ തീരുള്ളൂ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അവിടെ ഇപ്പോൾ ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോൾ ഫുഡിന്റെ പ്രശ്നമായിരിക്കുകയാണ്. ഞങ്ങളിവിടെ ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് തുടങ്ങട്ടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അർമാൻ അഗസ്തി ആണോ? എന്തുണ്ട് അർമാനെ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിച്ചോളൂ സംസാരിക്കട്ടോ. ഞാൻ ഇത് വിഷമിപ്പിക്കുന്നില്ല. ഇതിൽ ഏറ്റവും ആദ്യം കൂട്ടാൻ പോകുന്ന ഒരു വിഭവം ഏതായിരിക്കും? ഞാൻ ആദ്യം കായ വറുത്തെടുത്ത് തിന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഇങ്ങനെ തൊട്ട് നോക്കി ടേസ്റ്റ് ഒക്കെ ഉണ്ടോ നോക്കി. ഇനി പറഞ്ഞാൽ അപ്പൊ തന്നെ തുടങ്ങും. പിന്നെ സാമ്പാറുള്ള വലിയ കഷ്ണമൊക്കെ ഞാൻ എടുത്ത് തിന്നു വിശന്നിട്ട്. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ ആയിക്കോളൂ കേട്ടോ. തുടങ്ങിക്കോളൂ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ചോറ് കഴിക്കുന്ന ഒരാള്, എനിക്ക് വളരെ കുറച്ചേ ചോറ് എടുത്തിട്ടുള്ളൂ. എന്താട്ടാ അങ്ങനെ? അത് പായസം കുടിക്കാൻ വേണ്ടിയാണോ? പക്ഷെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കണ ആരാന്നറിയോ? ആരായിരിക്കും? ഇന്ന് അടുക്കിരിക്കുന്ന ആളാണോ? വെറുതെയാണ് ചേച്ചി, ചുമ്മാ പറയുന്നതാ. നിങ്ങൾ പറ. ഒന്നുമില്ല, ഇവിടെ ഞങ്ങൾ എല്ലാരും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കഴിക്കുന്ന അവളാ. ആണോ? ഇത് എനിക്ക് തോന്നുന്നു ശരീരത്തിൽ പിടിക്കാത്തതാണ്. ഇങ്ങനെയാണോ? ജനറ്റിക്കലി ഇങ്ങനെയാണോ? അതെ, എന്ത് കഴിച്ചാലും വണ്ണമാക്കില്ല. ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ പാർക്കുട്ടീന്റെ? പരിപ്പാണോ? ബാക്കിയോ? പപ്പടം ഇഷ്ടമാണോ? ആണ്. പായസമൊക്കെ ഇഷ്ടല്ലേ? വെള്ള പായസമാണോ ഇഷ്ടം? കറുത്ത പായസമാണോ ഇഷ്ടം? വെള്ള പായസമാണ് ഇഷ്ടം. പ്രിയങ്ക ചേച്ചി പാറക്കുട്ടിയാണ് അടുത്തിരിക്കുന്നത്. അതൊക്കെ ഇരുന്നോട്ടെ. അവിടം തൊട്ട് ഇവിടം വരെ കറങ്ങി വരുമ്പോഴത്തേന് ഈ ചോറ് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടുന്ന് സംസാരം മുഴുവൻ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞങ്ങൾ ഇത് കഴിച്ച് തീർത്ത് എഴുന്നേറ്റ് പോകും. ഞാൻ ഇന്ന് എങ്ങാണ്ട് ഒരു തൊഴുത്തിൽ കുട്ടിയായിട്ട് നിൽക്കുക, കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അതെ, അവിടുന്ന് ഇങ്ങനെ സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ചോറിന്റെ കാര്യം ചോദിക്കുന്നത്. നമ്മളിവിടെ ഇരുന്ന് തുടരണോ വേണ്ടയോ? അപ്പോഴാണ് കൊച്ചിരിക്കുന്നത്. കൊച്ചെന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു സുഗമദേവിയിലെ ഭാർഗവി അല്ലേ എന്നല്ലേ. സുസ്മിത എന്താണ് ദേവിയെ പോലെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ സുഗമോ ദേവിയിലെ ദേവി ഭക്ഷണം കഴിച്ചു തുടങ്ങിയായിരുന്നോ? ഇല്ല, തുടങ്ങിയില്ല. വീട്ടിലെന്തെങ്കിലും കുക്ക് ചെയ്യാറുണ്ടോ ഈ സദ്യ സമയത്ത്? എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ കുറച്ചു കാലമായിട്ട് മടി പിടിച്ചു. ആണോ? അമ്മയാണോ ബാക്കിയൊക്കെ ചെയ്യുന്നേ? എന്നാൽ ഇതിൽ ഏറ്റവും നന്നായിട്ട് വെക്കുന്ന ഒരു വിഭവം ഏതാണ് സുസ്മിത? ഞാൻ അവിയൽ വെക്കും, പിന്നെ ചോറ്,
എല്ലാം വെക്കും. അതാവും എനിക്ക് പണി തന്നത്. വെക്കുന്നതെന്നോട് പറഞ്ഞു കൊടുക്കും. അവരതിനകത്ത് ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ തീർത്തോ. ഞാനിപ്പോൾ അവിടെ ഇല്ല. ഭാർഗവി കുടുംബശ്രീയുടെ പണിക്കൊക്കെ ആയിട്ട് പോയി തുടങ്ങി. നിങ്ങൾ നിങ്ങളുടെ കാര്യം തീർക്കട്ടാ. അല്ല എന്താണ് ഭാര്യനെ പറ്റി? ഭാര്യ ഇതേ കഴിക്കാനിരിക്കുകയാണ്. ഭാര്യ എന്ന് പറയുമ്പോൾ വളരെ നല്ല ഭാര്യയാണ്. അല്ല ഭാര്യ നല്ലൊരു എന്താ സ്വഭാവത്തിലുടമയാണ്. ദേവി അല്ലേ? ദേവി തന്നെയാണ്. ദേവി തന്നെയാണ്. അല്ല നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഭാര്യ എല്ലാം കൊടുക്കുന്നുണ്ടോ? എന്തായാലും ഓണമൊക്കെ അല്ലേ? അതൊക്കെ വേണോ? വേണോ? അങ്ങനെ ഭാര്യ ഭർത്താവല്ലേ? അത് വേണോ? അത് വേണോ? നീ കഴിച്ചൂലേ? നീ കഴിക്കൂലേ? അതവള് കഴിച്ചോ. പപ്പടം പൊട്ടിച്ചു കൊടുക്കൂട്ടോ. വിഭവ സമ്പ്രദായ സദ്യയാണ്. ഏതിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്? സാധാരണ ഞാൻ തുടങ്ങുമ്പോഴും മാംസം, എൻ്റെ വീട്ടിൽ സദ്യ ഉണ്ടെങ്കിൽ ഒരു മാംസ കഷ്ണം സൈഡിലുണ്ടാവും. കാരണം രാവിലെ 2 റക്കായത്ത് നമസ്കരിച്ചിട്ട് വന്നിട്ടാണ് എൻ്റെ സദ്യ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പപ്പടത്തിൽ അങ്ങ് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. പപ്പടത്തിലാണ് ഫിറോസ്ക. പപ്പടത്തിലാണെങ്കിൽ കേശു ഓൾറെഡി അയ്യോടാ ചക്രേ പറഞ്ഞോ. ഏത് ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? സദ്യയിൽ ഏറ്റവും താല്പര്യമുള്ള പായസം? വെള്ളയാണോ മറ്റേ കറുത്ത പായസം? ശർക്കര പായസമാണോ? അങ്ങനെ പായസം പറഞ്ഞ കൊണ്ടുവന്ന് വെച്ചെടുത്താ എല്ലാം കഴിച്ചോളൂ. എല്ലാം. ശിവാനി? അയ്യോ അങ്ങനെയൊന്നും ചോദിക്കരുത്. എല്ലാം ഇഷ്ടമാണ്. പക്ഷെ സാമ്പാറും പരിപ്പും നെയ്യും ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ലേ? അതിലാണ് നമ്മൾ മലയാളികൾ അല്ലേ? അതാണ്. ആൻഡ് യെസ് ഗൗരി, എന്താണ്? അവിയലാണ് യുവർ ഫേവറേറ്റ്. അത് കഴിഞ്ഞാൽ അവിയൽ കഴിഞ്ഞാലുള്ള പ്രിയം? അങ്ങനെ ചോദിച്ചാൽ കിച്ചടി ഇഷ്ടമാണ്. കിച്ചടി ഇഷ്ടമാണ്. ഇതേ കെട്ടിയോന് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ അടുത്തിരിക്കാഞ്ഞേ? ലേറ്റ് കമറ. അതുകൊണ്ടാണ്. പടിക്ക് പുറത്ത്. ആൻഡ് ജൂഹി ഡയറ്റ് നോക്കുന്നുണ്ട്. സദ്യ കഴിക്കാനായിട്ട് എന്തെങ്കിലും വിഷമം എന്തെങ്കിലും ഉണ്ടോ? ഡയറ്റ് ഒന്നുമില്ല. പിന്നെ എന്താണ് കഴിച്ചാലും? അല്ല ഡയറ്റ് നോക്കിയാലോ? പിന്നെ ഡയറ്റ് നോക്കിയാൽ മാഞ്ഞു പോകുന്നു. ഇപ്പൊ തന്നെ ഇല്ല അല്ലേ ചേച്ചി? കഴിക്കുന്നുണ്ട്. ശരീരത്തിൽ പിടിക്കാത്തത് എന്റെ തെറ്റ് ആണോ അമ്മേ? ശരീരത്തിൽ പിടിക്കാത്തയാണോ? ആവശ്യത്തിന് കഴിക്കും, പക്ഷെ ഇങ്ങനെ തന്നെ ഇരിക്കണേ. അത് ഭാഗ്യമല്ലേ, എന്തുകൊണ്ടെങ്കിലും കഴിക്കാമല്ലോ. അതാണ്. നിശ്ചയിച്ചിക്കോ? എനിക്ക് പരിപ്പ്, നെയ്യ്, പപ്പടം, പിന്നെ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി. അതാണ്. നിശ്ചയിച്ച് വീട്ടിലുണ്ടാക്കുന്നതിൽ ഏറ്റവും ഗംഭീരമായിട്ട് ഉണ്ടാക്കുന്ന ഏതാ സദ്യ ഡിഷില്? സാമ്പാറാണ്. അടിപൊളി സാമ്പാറാണ്. ഇനി ബാലുവച്ചനോട് എന്നെ ചോദിക്കട്ടെ, അച്ഛന് ഏറ്റവും താല്പര്യമുള്ളത്? പഴം. അതിപ്പോ സദ്യയുടെ അല്ലല്ലോ കേട്ടോ, അത് വേറെ അല്ലേ? ആണല്ലേ? എന്നാലും അതാണ് ബാക്കി എല്ലാവർക്കും. പുളിശ്ശേരി ഇഷ്ടമാണ്. പുളിശ്ശേരി ഇഷ്ടമാണ്. ലാസ്റ്റ് പുളിശ്ശേരിയിൽ നിർത്താനായിട്ട് രസം ഇഷ്ടമാണ്. ഈ ഇലയിൽ കഴിക്കുന്നത് എങ്ങനെയാണ് ബാലചേട്ടൻ? എനിക്കൊന്ന് ഇഷ്ടമാണോ ഇലയിൽ? പ്ലേറ്റിലൊന്നും അല്ലാതെ നമ്മുടെ ഓണമൊക്കെ എന്നാലും കുറച്ച് കൂടുതൽ കഴിക്കാൻ തോന്നാറുണ്ടോ സദ്യ ആയോണ്ട്? തോന്നാറുണ്ട്. പായസം ഇഷ്ടമാണോ? ഇനി 3 കൂട്ടം പായസം ഇഷ്ടമാണ്. എല്ലാതരം പായസം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. ഒന്നും വെറുതെ വിടൂല. കണ്ടോ പറയുന്ന കേട്ടോ. എന്തെങ്കിലും കൺട്രോൾ ചെയ്യണം എന്ന് ഭർത്താവിനോട് പറയാനുണ്ടോ? ഞാൻ ബീച്ചറിനോട് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറയും. എന്തെങ്കിലും ഒന്നല്ല, ബീച്ചറിനോട് കൺട്രോൾ ചെയ്യാൻ പറയും. എന്നിട്ട് ഇങ്ങനെ നല്ലൊരു ഓണമായിട്ട് ഞാനൊന്നും പറയണില്ല. പ്ലാൻ ആണ് ഇവിടെ തന്നെ. യെസ് കുട്ടിമാമ, ഞാൻ ഞെട്ടി മാമ. എന്താണ് ഭാര്യനെ അടുത്തിരുത്ത് വിളമ്പി വായിൽ വെച്ച് കൊടുക്കാഞ്ഞത്? അകന്ന് ഇരിക്കുന്തോറും അടുക്കൽ കൂടും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാരും കഴിച്ചോണ്ടിരിക്കുകയാണ്. സോ അവര് മീൽ എൻജോയ് ചെയ്യട്ടെ. സോ ഫ്ലവേഴ്സിന്റെ സ്റ്റാർ ഓണമാണ് നമ്മൾ ഇതേ കണ്ടുകൊണ്ടിരിക്കുന്ന ജനപ്രിയമായിട്ടുള്ള 4 സീരിയൽസിലെ ഫാമിലി മെമ്പേഴ്സ് ഞങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ പരസ്പരം സീരിയൽസ് ഒക്കെ കാണാറുണ്ടോ? ഫ്ലവേഴ്സിൽ തന്നെ നിങ്ങളുടെ തന്നെ ഈ സീരിയല് പരസ്പരം കാണാറില്ല. നമ്മള് സുഗമോ ദേവി കാണാറുണ്ട്, പഞ്ചാഗ്നി കാണാറുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ്. ഇപ്പൊ സുഗമോ ദേവിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫാമിലിനെ ഒരു ഉപദേശം കൊടുക്കാം, ഒരു സീരിയലിനോട് ഉപദേശം കൊടുക്കാം എന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും, എങ്ങനെ കൊടുക്കും? ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ കുടുംബകാര്യം ശരിയാക്കട്ടെ. ഉപദേശിക്കാൻ പോകുന്നത് ഞാനില്ല. നിങ്ങൾക്ക് വല്ലതും പറയണ്ട പറഞ്ഞു. ഇവിടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒന്നും തീർച്ചയാക്കിയിട്ടില്ല. ഇപ്പൊ പുറത്ത് പണിക്കൊക്കെ പോയി തുടങ്ങി. ഞാൻ എന്ത് ചെയ്യാനാ? അവരെ നന്നാക്കാൻ നോക്കി. എന്റെ പാവത്തിനോടാണോ നിങ്ങൾ ഉപദേശിക്കാൻ പറയുന്നത്? ദേവിക്കൊക്കെയോ? ഇല്ല, എന്റെ ജീവിതം എന്നെ വഴിമുട്ടിയിട്ടാ നിൽക്കുന്നത്. ചോദ്യചിഹ്നമാണ് അവിടെ. മോളെ ഒറ്റ കാര്യമുള്ളൂ, പഞ്ചാഗ്നി അല്ല സുമോദേവിൽ ഏതായാലും റൈറ്റിംഗിൽ ഒരു 4-5 പോയിന്റ് ഇങ്ങോട്ട് കയറ്റി, അത്രേ ഉള്ളൂ. അതാണ് ഉപദേശം, വേറെ ഒന്നുമില്ല. ഇനി ഉപ്പും മുളകിലും ആർക്കെങ്കിലും ഏതെങ്കിലും ഇതിലെ ആരെങ്കിലും ഒരു ക്യാരക്ടറിനോടോ എന്തെങ്കിലും ഒരു ഉപദേശം സീരിയലിന് കൊടുക്കാനുണ്ടെങ്കിൽ കേശു? എനിക്ക് ഞാൻ പറയട്ടെ, ഞങ്ങളെ കണ്ട ആരും പഠിക്കണ്ട. അത്ര മോശം കുടുംബാണെന്നാണ്? മോശമൊന്നല്ല, കഷ്ടപ്പെട്ടു പോകും പെണ്ണുങ്ങള്. അമ്മാതിരി അല്ലേ?
കൂട്ടിയത്? മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴാട്ടോ കത്തി ഞാനേ ഇവളിപ്പോ ഇത്രയും പ്രായമൊക്കെ ആയില്ല, ഇനി ഒരു പറഞ്ഞ് കളിക്കാൻ ആളില്ലെന്ന് കഴിഞ്ഞ മിനിയാത്ത എപ്പിസോഡിൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോന്നപ്പോ ഞാൻ ഇങ്ങനെ മറുപടി, നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് തട്ടിയാ മതിയല്ലോ, ബാക്കിയുള്ളവർക്കെല്ലാം തട്ട് കിട്ടണം മൊത്തം. എല്ലാവരും കൂടെ ആവാം. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്ഷൻ കാര്യത്തിൽ ഇതുപോലെ ആരും കണ്ടുപഠിക്കരുതെന്നാണ് ഉപ്പും മുളകിനും പറയാനുള്ളത്. കാരണം നീണ്ട ലിസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആണ്. നിങ്ങളുടെ സീരിയലിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ആൾക്കാരോട് ഉപദേശം കൊടുക്കാനുണ്ടോ? അഭിമന്യു ടീം ആർക്കും ഉപദേശം ഒന്നും കൊടുക്കാനില്ല, ഒന്നുമില്ല. എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാ. നിങ്ങളുടെ സീരിയൽ ഏതെങ്കിലും ക്യാരക്ടറിനോടോ? ആകെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അംബികയുടെ കഥാപാത്രത്തിന്റെ മണ്ണെണ്ണ ഒഴിപ്പൊന്ന് നിർത്തിയാൽ നന്നായിരിക്കും. എന്തും മിണ്ടിയാൽ അപ്പം മണ്ണെണ്ണ ഒഴിക്കല്ലേ. പേര് വീണു, മണ്ണെണ്ണ അംബിക. റേഷൻ കാർഡിൽ പോലും കിട്ടുന്നില്ല ചേച്ചി. അപ്പൊ റേഷൻ കടയിൽ ചെന്ന് മണ്ണെണ്ണ ഒഴിച്ചാൽ മണ്ണെണ്ണ ഇല്ലെന്നാ പറയണേ. നിങ്ങളുടെ ഇതിനോ, നിങ്ങൾ ഇത്രയും പേരില്ലേ ഹോമില്, ഈ രാജേഷേട്ടനെ ഇനി കല്യാണം കഴിപ്പിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് എനിക്ക് നല്ലോണം ഉണ്ട്. ബാക്കിയുള്ളവർക്ക് എനിക്ക് അറിയില്ല. പക്ഷെ അല്ല, ഏതായാലും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ആവണി പ്രസവിക്കണം, എൻ്റെ മകനും ഒരു ലൈന് സെറ്റ് ആയിട്ടുണ്ട്, അതിനെ കെട്ടിക്കണം. അപ്പോൾ തൽക്കാലം ഇവിടെ എല്ലാം ഓക്കെയാണ്. ഓണം എന്ന് പറഞ്ഞാൽ വടംവലിയാണ്. വടംവലിയുടെ ഉഷിരും ഉയിരും ദേ നമ്മൾ ഇവിടെ ഇന്ന് കൊണ്ടുവരാൻ പോവാണ്. ഫ്ലവേഴ്സിന്റെ സ്റ്റാർ ഓണത്തിൽ ജയകൃഷ്ണന്റെ ടീമും ബീച്ചേന്റെ ടീമും ദേ രണ്ടായിട്ട് തിരിഞ്ഞ് നമുക്ക് വേണ്ടി വടം വലിക്കാൻ പോവാണ്. ജയകൃഷ്ണൻ എന്തേ? ബീച്ചേന്റെ ടീം രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇവരെ കാത്തൊരു വലിയ സമ്മാനം കാത്തിരിക്കുകയാണ്. സോ അത് മിസ് ചെയ്യരുത്. മാക്സിമം എനർജിയിൽ മാക്സിമം സ്ട്രെങ്തിൽ ഫ്ലവേഴ്സ് ചാനലിന്റെ 4 പരമ്പരകൾ രണ്ടായി തിരിഞ്ഞ് ഇവിടെ ഇതാ വലം വലിക്കാൻ പോകുന്നു. Are you guys ready? On the countdown of 3, 2, 1. അങ്ങനെ ഇതാ നമ്മുടെ ജയകൃഷ്ണൻ നയിച്ച ടീമിനെ നിഷ്പ്രഭം ആക്കിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നു. ഞങ്ങൾ വിട്ടുകൊടുത്തതാണ്. വടംവലിയിൽ വിജയിച്ചിരിക്കുന്നു ബീച്ചേന്റെ ടീം. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു മത്സരമല്ല, നമ്മുടെ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള വളരെ സ്നേഹ സൗഹാർദ്ദപരമായ ഒരു ചെറിയൊരു മത്സരം അല്ലേ, ഒരു സ്വീറ്റായിട്ടുള്ള മത്സരം. അതിലിപ്പോൾ ജയമോ പരാജയമോ അങ്ങനെയൊന്നും കരുതുന്നില്ല. എല്ലാവരും വിജയിച്ചു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും ഒരുപോലെ വിജയിച്ചു എന്നുള്ളതാണ്. ഇവിടെ തോൽവിക്കാരും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പരിപാടി? സമ്മാനദാനത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് അരിങ്കൊല. സമ്മാനം കൊടുക്കുന്നതേ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇവര് ജയിച്ച് കാണണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തോറ്റു കൊടുത്ത ടീമായ ഞങ്ങൾ സമ്മാനം കൊടുക്കാം. ഞങ്ങൾക്ക് അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഈ കുട്ടികളോട് തോൽക്കാനേ ഒരു എന്താസ് വേണം കേട്ടോ. അതിന് ഒരു അല്പം എളുപ്പമാണ്. ഞങ്ങള് കുട്ടികളോട് ഞങ്ങള് കുട്ടികളോട് സന്തോഷിക്കുന്നവരല്ല. എന്റെ അളിയനുണ്ട്, എന്റെ അളിയന്റെ ഭാര്യയുണ്ട്, എന്റെ മോളുണ്ട്, എന്റെ മോനുണ്ട്, എല്ലാരും അപ്പുറത്തുണ്ട് അല്ലേ. എന്റെ ശിവകുട്ടിയുണ്ട്. അതാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും സന്തോഷിക്കുന്ന രചനയല്ല. അപ്പൊ നമുക്ക് ട്രോഫി ഏറ്റുവാങ്ങാം, കൊല ട്രോഫി ഏറ്റുവാങ്ങാം. തീർച്ചയായും ആ കൊല ട്രോഫി നിങ്ങൾക്കും കൂടെ പങ്കുവെച്ച് തരികയാണ് ഞാൻ. നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാർ ജയിച്ചവർക്ക് 1 കിലോ പഴം, 1 കൊല പഴം. അപ്പോ ഞങ്ങള് ഒഫീഷ്യൽ സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. ഈ കൊല ഞങ്ങളുടെ വടംവലി സമ്മാനാർഹരായിട്ടുള്ള ബീച്ചേട്ടൻ ടീമിന് ഞങ്ങൾ നൽകുന്നു 1 പഴം. അപ്പൊ ഈ കൊല നമ്മുടെ ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ഏറ്റുവാങ്ങണം. അതനുസരിച്ച് തിരിച്ചോളൂ.
ഈ ഓണക്കാലം ഫ്ലവേഴ്സിനൊപ്പമായിരുന്നു. ഫ്ലവേഴ്സ് ചാനലിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള 4 പരമ്പരകളിലെ കുടുംബാംഗങ്ങളാണ് നിങ്ങൾക്കൊപ്പം ഫ്ലവേഴ്സ് സ്റ്റാർ ഓണത്തിൽ പങ്കെടുത്തത്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത ലോകം മുഴുവനുമുള്ള ഫ്ലവേഴ്സ് ചാനലിന്റെ പ്രേക്ഷകർക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഫ്ലവേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങളാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഞങ്ങളുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പറയാണ് ഹാപ്പി ഓണം. Hero!